നമസ്കാരം. ന്യൂസിലേക്ക് സ്വാഗതം. ഒറ്റപ്പാലത്ത് ഹർത്താൽ ദിനം RSS നടത്തിയ കൊലവിളിയുടെ ദൃശ്യങ്ങൾ പുറത്ത്. ഒപ്പം കണ്ണൂരിലെ സമാധാന ശ്രമങ്ങൾക്ക് ആരാണ് തടയിടുന്നത്? ന്യൂസ് പരിശോധിക്കുന്നു രണ്ട് ദിശകളിലൂടെ. ഹർത്താൽ ദിനത്തിൽ പാലക്കാട്ട് ഒറ്റപ്പാലത്ത് DYFI പ്രവർത്തകരെ വെട്ടാൻ RSS പ്രവർത്തകർ മാരകായുധങ്ങളുമായി വരുന്ന ദൃശ്യങ്ങൾ പീപ്പിൾ TV പുറത്തുവിട്ടു. മുഖംമൂടി ധരിച്ചാണ് RSSകാർ എത്തുന്നത്. പ്രവർത്തകരുടെ കയ്യിൽ വടിവാളും മറ്റ് മാരകായുധങ്ങളും വ്യക്തമായി കാണാം. അന്ന് 3 DYFI പ്രവർത്തകർക്ക് വെട്ടേറ്റിരുന്നു. സംഭവ സ്ഥലത്ത് കൊലവിളിയുമായി നിൽക്കുന്ന RSSകാരുടെ ദൃശ്യങ്ങളാണ് പീപ്പിൾ TV ഇപ്പോൾ കാണിക്കുന്നത്. ഇപ്പം കണ്ണൂരിലെ സമാധാന നീക്കങ്ങൾക്ക് കൂടി ആര് തടയിടുന്നു? ചർച്ചയ്ക്ക് തയ്യാറാണെന്ന് മുഖ്യമന്ത്രി ആവർത്തിക്കുന്നു. മുന്നോട്ട് വരാൻ RSS നേതൃത്വം തയ്യാറാകുന്നില്ല, BJP നേതൃത്വം തയ്യാറാകുന്നില്ല എന്ന് മുഖ്യമന്ത്രി ഇന്ന് നിയമസഭയിലും വ്യക്തമാക്കുകയുണ്ടായി. ചർച്ചയിൽ നമ്മോടൊപ്പം ഗോപാലകൃഷ്ണൻ BJP നേതാവ്, മുഹമ്മദ് റിയാസ് CPIM നേതാവ്, S സജീവൻ മാധ്യമപ്രവർത്തകൻ, വീക്ഷണം അജിത്ത് മാധ്യമപ്രവർത്തകർ, 4 പേരും ചർച്ചയിൽ നമ്മോടൊപ്പം തത്സമയം ചേരുന്നു. ഒപ്പം സുധീഷ് മിന്നി, മുൻ പ്രചാരകൻ, ടെലിഫോൺ ലൈനിൽ ചേരും. അതിഥികളിലേക്ക് എത്തും മുൻപ് ചെറിയൊരു ഇടവേളയിലേക്ക്. ചർച്ചയിലേക്ക് എത്തും മുൻപ് അത് ഗോപാലകൃഷ്ണനിലേക്കും മുഹമ്മദ് റിയാസിലേക്കും എത്തും മുൻപ് സുധീഷ് മിന്നി, മുൻ പ്രചാരകൻ RSSന്റെ, ഇപ്പോൾ നമ്മോടൊപ്പം ടെലിഫോൺ ലൈനിൽ ചേരുന്നു. ശ്രീ സുധീഷ്, ഇന്ന് ദൃശ്യങ്ങളിൽ വ്യക്തമായി കാണുകയാണ്. കാരണം എതിരാളിയെ കൊല്ലാൻ വളരെ തന്ത്രപൂർവമായി മുഖംമൂടി ധരിച്ച് എത്തുന്ന സംഘം വേട്ടയാടുന്ന രീതി വളരെ മൃഗീയമായി തന്നെ വേട്ടയ്ക്ക് ആഹ്വാനം ചെയ്യുന്ന ഒരു തരത്തിലേക്ക് പോകുന്നു. RS സംവിധാനത്തിൽ ഇത് പുതുമയല്ലെങ്കിലും ദൃശ്യങ്ങളോടെ ഇങ്ങനെ വരുമ്പോൾ എങ്ങനെ താങ്കൾ ഇതുമായിട്ട് ബന്ധപ്പെട്ടൊക്കെ പല കാര്യങ്ങളും മനസ്സിലാക്കിയ വ്യക്തിയായതുകൊണ്ട് യാഥാർത്ഥ്യം ഒന്നുകൂടി ഉറപ്പിച്ച് പറയാമോ? ഒറ്റപ്പാലത്ത് നടന്ന സംഘർഷത്തിൻ്റെയൊക്കെ ദൃശ്യങ്ങൾ, RSSകാർ വാളുമായി മുന്നോട്ട് പോകുന്നു, വെട്ടി ഭയാനകമായ അന്തരീക്ഷം സൃഷ്ടിക്കുന്നു, അതാണ് പുറത്തുവിട്ടത്. താങ്കളുടെ ഓർമ്മയ്ക്ക് വേണ്ടിയാണ് ഞാൻ വിവരിച്ചത്. ഇത് യാഥാർത്ഥ്യം കൂടുതൽ താങ്കൾക്ക് മനസ്സിലാക്കാമോ? ഇതാണോ അവരുടെ യഥാർത്ഥ ശൈലി? RSSന്റെ തൃതീയ സംഘശിക്ഷാ വർഗിൽ, അതായത് നാഗപ്പൂര് നടക്കുന്ന തൃതീയ സംഘശിക്ഷാ വർഗിൽ ദണ്ഡയുടെ അത്ര തന്നെ വലിപ്പമുള്ള വാളുപയോഗിച്ചിട്ട് അവിടെ വെട്ടിക്കൊല്ലാൻ വേണ്ടി പഠിപ്പിക്കും. അതൊരു പ്രത്യേക ട്രെയിനിങ് ആണത്. അപ്പോ ഈ വാളുപയോഗിച്ചും അതുപോലെ തന്നെ വടി ഉപയോഗിച്ചും അതുപോലെ തന്നെ ചുരുകി ഉപയോഗിച്ചും ഒക്കെ ഈ എതിരാളികളെ കൊല്ലാൻ പഠിപ്പിക്കുന്ന ഒരു സംഘടനയാണ് RSS. അതിന് സുധീഷ്, വ്യക്തമായ പരിശീലനം ഇതിന് ലഭിക്കുന്നുണ്ടോ? കേരളത്തിൽ ഏത് മേഖലയിലാണ്, പ്രത്യേകിച്ച് കണ്ണൂർ മേഖലയിൽ നിന്നും ഒക്കെ ഈ പറയുന്ന പാലക്കാട് ഒറ്റപ്പാലത്തു നിന്നും വലിയ സംഘർഷങ്ങളൊന്നും ഇല്ലാത്തൊരു മേഖലയായിട്ട് കൂടി ഇങ്ങനെ ഒരു ഭയാനകമായ അന്തരീക്ഷം സൃഷ്ടിക്കണമെങ്കിൽ വ്യക്തമായ നേരിട്ടുള്ള പരിശീലനം നേതൃത്വത്തിന്റെ ഭാഗത്തു നിന്ന് നൽകുന്നുണ്ട്. അതെ, അതിനാണ് നൈപുണ്യ വർഗ് എന്ന് പറയൂ. നൈപുണ്യ വർഗ് എന്ന് പറഞ്ഞാൽ ഒരാഴ്ച നീണ്ടു നിൽക്കുന്ന വർഗുകൾ. അത് ഏതെങ്കിലും കാടുകളിലാണ് ഉണ്ടാകുക. അത് വയനാട്ടിലോ അതുപോലെ തന്നെ മറയൂരോ അങ്ങനെയുള്ള അവിടെയൊക്കെയുള്ള ഏകാന്തമായ കാടുകളിൽ 7 ദിവസം താമസിച്ചിട്ടുള്ള ക്യാമ്പുകൾ നടത്താറുണ്ട്. അതിനെ നൈപുണ്യ വർഗ് എന്ന് പറയാ. അത് എല്ലാ ജില്ലകളിൽ നിന്നും തെരഞ്ഞെടുത്ത സ്വയം സേവകരെ, അതായത് അത്രയും ക്രിമിനൽ പശ്ചാത്തലമുള്ള തെരഞ്ഞെടുത്ത സ്വയം സേവകരെ അവരെ നിയോഗിച്ചിട്ടാണ് സംഘടന. അതുപോലെ തന്നെ ഇത്തരം ആയോധന വിദ്യ പഠിപ്പിക്കാൻ അറിയുന്ന പ്രചാരകന്മാരിൽ ആ പ്രചാരകന്മാരെ അവിടെ നിർത്തി അങ്ങനെ 7 ദിവസത്തെ മറ്റാരും കാണാതെയുള്ള ഒരു കാര്യമായി നടക്കുന്ന ഒരു ട്രെയിനിങ് ആണ് ഈ നൈപുണ്യവർഗം എന്ന് പറയുന്നത്. സുധീഷ്, ദയവായി തുടരണം. സുധീഷ്, അത് വ്യക്തമായി ദയവായി താങ്കൾ ടെലിഫോൺ ലൈനിൽ യാത്രയിലാണെന്ന് അറിയാമെങ്കിൽ കൂടിയും ശ്രീ ഗോപാലകൃഷ്ണൻ, ഇവിടെ കണ്ട ദൃശ്യങ്ങൾ വ്യക്തമാക്കുന്നത് പലതരത്തിലുള്ള ഭീകരതയുടെ ഒരു വശമാണ്. ഈ കണ്ടത് യാഥാർത്ഥ്യമാണെങ്കിൽ, കാരണം കണ്ണൂരിൽ നടക്കുന്ന സംഘർഷങ്ങൾ നമ്മൾ കണ്ടു, അവിടെ എന്താണ് സംഭവിച്ചതൊക്കെയുള്ള അതിൻ്റെയൊക്കെ തന്നെ ചില പരിപ്രേക്ഷ്യങ്ങളായി വരുന്ന സാഹചര്യങ്ങൾ, ഇവിടെ സൂചിപ്പിച്ചതുപോലെ നൈപുണ്യ വർഗ് എന്ന പ്രത്യേക പരിപാടി, ഇതൊക്കെ ഇതിൻ്റെയൊക്കെ തന്നെ ബാക്കി പത്രങ്ങളാണോ കണ്ടത്? താങ്കൾ എങ്ങനെ കാണുന്നു ഇത് പുറത്തു വരുന്ന ദൃശ്യങ്ങളെ? ശ്രീ ഗോപാലകൃഷ്ണൻ. ഞാൻ ആദ്യം കാണുന്നത് പ്രജീഷിനോട് ചോദിക്കാൻ ആഗ്രഹിക്കുന്നത്, വാസ്തവത്തിൽ ഈ ചർച്ചയ്ക്ക് നിങ്ങൾ വിളിക്കുമ്പോൾ മാന്യന്മാരായിട്ടുള്ള ആൾക്കാരെ നിങ്ങൾ ചർച്ചയ്ക്ക് വിളിക്കുക. നിങ്ങളിപ്പോ തന്നെ സംസാരിച്ചല്ലോ, RSSന്റെ പ്രചാരകനാണ്. എവിടുത്തെ പ്രചാരകൻ? ഏത് പ്രചാരകൻ? RSSുമായി വളരെ കാലം മുൻപ് ബന്ധപ്പെട്ടുള്ള വ്യക്തി ശ്രീ ഗോപാലകൃഷ്ണൻ ചർച്ചയിൽ അല്ല. നിങ്ങൾ ഒരു മിനിറ്റ്, ഞാൻ സംസാരിക്കട്ടെ പ്രജീഷേ. ഞാനൊരു കാര്യം സംസാരിക്കട്ടെ പ്രജീഷേ. നിങ്ങൾ മാർക്സിസ്റ്റ് പാർട്ടിയുടെ ആളുകളെ വിളിക്ക്, സംസാരിക്കാം.
ഇത് 5 പൈസക്ക് RSS ആയിട്ടോ ഞങ്ങളുടെ പ്രസ്ഥാനമായിട്ടോ പുലബന്ധമില്ലാതെ ഇത്രയും കാലം RSSന്റെ പ്രചാരകനാന്ന് പറഞ്ഞ സകല ചാനലുകളിൽ, നിങ്ങളടക്കമുള്ള ചാനലുകളിൽ വന്നിരുന്ന് വാദോരാതെ വിഡിത്തവും വാദോരാതെ കള്ളവും പറയുന്ന ഒരാളെ കൊണ്ടുവന്നിട്ടാണോ നിങ്ങൾ പുറത്തു പോയപ്പോഴാണോ ശ്രീ നമ്മുടെ ചർച്ച അതല്ല എങ്കിലും അദ്ദേഹത്തിന്റെ വ്യക്തിത്വം, അദ്ദേഹം ആരാണെന്നുള്ളതല്ല ചർച്ച. പക്ഷേ പുറത്തു പോയപ്പോഴാണോ അദ്ദേഹം, അല്ലെങ്കിൽ സംസാരിക്കാൻ പറ്റില്ല. യെസ്, ഓക്കെ, ഞാൻ താങ്കളിലേക്ക് വരാം. അദ്ദേഹത്തെ മാറ്റിവെക്കുക. ശ്രീ മുഹമ്മദ് റിയാസ് കൂടി നമ്മോടൊപ്പം തത്സമയം ചെയ്യുന്നുണ്ട്. റിയാസിലേക്ക് അയാൾ പുറത്തായാലും അകത്തായാലും ഒരു കാലത്തും RSS ആയിട്ട് ബന്ധമില്ല. ഇല്ല, ആയിക്കോട്ടെ. ആ ചർച്ച കഴിഞ്ഞു. ഇനി താങ്കൾ പറയേണ്ടത് ഇന്നിപ്പോൾ പാലക്കാട് കണ്ട ദൃശ്യം, ഒറ്റപ്പാലത്തെ ദൃശ്യത്തെ കുറിച്ച് താങ്കൾക്ക് പറയാം. എന്റെ പ്രതീക്ഷ, ഒറ്റപ്പാലത്തെ ദൃശ്യത്തിന്റെ നിങ്ങൾ തന്നെ കാണിക്കുന്ന ദൃശ്യം എന്ത് ദൃശ്യമാ? 3 ദിവസം കഴിഞ്ഞിട്ട് നിങ്ങൾ ഒരു ദൃശ്യം വെളിയിലേക്ക് വിടുന്നു. ഇത് RSSകാരാണ്, BJPക്കാരാണ്. നിങ്ങൾക്ക് എങ്ങനെയാ പറയാൻ കഴിയുക? നിങ്ങളിട്ട ദൃശ്യം നിങ്ങൾ ഏത് രീതിയിലാണ് നിങ്ങൾക്ക് ഇത് സംഘടനയുമായി ബന്ധപ്പെട്ട വൈകിട്ട് പ്രമുഖ മാധ്യമങ്ങൾക്കൊപ്പം ഞങ്ങൾ പോയി ഷൂട്ട് ചെയ്ത് ഞങ്ങളുടെ മാധ്യമ പ്രവർത്തകരിൽ അല്ലെങ്കിൽ പാലക്കാട് റിപ്പോർട്ടറെ വാള് കൊടുത്ത് വിട്ടതല്ല ശ്രീ ഗോപാലകൃഷ്ണൻ. ഞങ്ങളുടെ പാലക്കാട് മാധ്യമ പ്രവർത്തകന്റെ വാള് കൊടുത്ത് മുഖം മൂടി ധരിപ്പിച്ച് വിട്ടതല്ല. മാധ്യമങ്ങൾ അടക്കം വൈകിട്ട് നൽകിയ വാർത്തയുടെ ഒരു ഭാഗം വ്യക്തമായി ജനങ്ങളിലേക്ക് എത്തിച്ചു. അതിന്റെ ക്ലാരിഫിക്കേഷൻ നിങ്ങൾ എനിക്ക് സംസാരിക്കാൻ സമയം തരണം. നിങ്ങളുടെ ചാനലിൽ വന്ന് നിങ്ങളോട് സംസാരിക്കുമ്പോൾ നിങ്ങൾ ഒരു ചോദ്യം ചോദിച്ചാൽ അതിന് ഉത്തരം പറയാനുള്ള സാമാന്യ മര്യാദ കാണിക്കണം. ചെറുപ്പക്കാരന്റെ തല പുലർന്നിട്ടാണല്ലോ കണ്ടത്. ഗർഭിണിയായ ഒരു സ്ത്രീയുടെ മുമ്പിൽ വെച്ച് ഒരു സഹോദരിയുടെ മുമ്പിൽ വെച്ച് ഒരു സഹോദരന്റെ തല രണ്ടായിട്ട് പിളർന്നത് നിങ്ങൾ കണ്ടില്ലേ? അതിനേക്കാൾ വലിയ ഭയാനകത്വമൊന്നും ഇവിടെ കാണാനില്ല മിസ്റ്റർ. നിങ്ങൾ അതിനെക്കുറിച്ച് പറയേ. കണ്ണൂരിൽ 1968 മുതൽ തുടങ്ങിയ കൊലപാതകമാണ്. 1968 കൊലപാതകത്തിന്റെ പ്രതിയാണ് പിണറായി വിജയൻ. അദ്ദേഹമാണ് മുഖ്യമന്ത്രി. ആ മുഖ്യമന്ത്രിയാണ് ഇന്ന് വീണ്ടും കൊലപാതകം ഉണ്ടായിക്കോട്ടെ എന്ന് പറയുന്നത്. ജയരാജന്മാരെന്ന് പറയുന്ന കണ്ണൂരിന്റെ കാലന്മാർ അവരുള്ളിടത്തോളം കാലം അവിടെ കൊലപാതകങ്ങൾ നടന്നുകൊണ്ടേയിരിക്കും. ഇവിടെ സമാധാനമാണ് ചർച്ച ചെയ്യേണ്ടത്. ഞാൻ വാദത്തിന് വേണ്ടി താങ്കൾ പറയുന്നത് താങ്കളുടെ വാദത്തിന് വേണ്ടിയാണെങ്കിൽ ഞാൻ അംഗീകരിച്ചുകൊണ്ട് പറയാം. സമാധാന ചർച്ച, ആ ചർച്ച എന്തുകൊണ്ട് നടക്കുന്നില്ല? പുറംതിരിഞ്ഞു നിൽക്കുന്നത് ആരാണ്? ഇന്ന് മുഖ്യമന്ത്രി സഭയിൽ പറഞ്ഞ കാര്യം എങ്ങനെ ഖണ്ഡിക്കാൻ കഴിയും? ശ്രീ ഗോപാലകൃഷ്ണൻ ചർച്ചയ്ക്ക് വിളിക്കുമ്പോൾ എടുക്കുന്ന നിലപാട് അതുകൂടി നമുക്ക് പറഞ്ഞു പോകാം. പ്രജീഷേ, നിങ്ങളൊരു മാധ്യമത്തിന്റെ സുഹൃത്താണ്. മാധ്യമം എന്ന് പറയുന്നത് ഈ കേരളത്തിലെ മുഴുവൻ ജനങ്ങൾക്കുള്ളതാണ്. നിങ്ങൾ മാർക്സിസ്റ്റ് പാർട്ടിക്കാർക്ക് വേണ്ടി സംസാരിക്കരുത്. ഒരു പക്ഷേ മുഹമ്മദ് റിയാസിലേക്ക് ഞാൻ വരാം. അതേ ഭാഷയിൽ തന്നെയുള്ള ചോദ്യം ശ്രീ മുഹമ്മദ് റിയാസിനെ അർഹിക്കുന്നുണ്ട്. അദ്ദേഹത്തിലേക്ക് വരും മുമ്പാണ് ഞാൻ താങ്കളോട് ചോദിച്ചത്. ശ്രീ ഗോപാലകൃഷ്ണൻ, അതെ, ഞാൻ ഉത്തരം പറഞ്ഞോട്ടെ. ഒരു സംഘർഷം ഉണ്ടാകുമ്പോൾ ആ സംഘർഷത്തിന് ഒരു സംസ്ഥാന ഗവൺമെന്റിലെ മുഖ്യമന്ത്രിയാണ് നിലപാടെടുക്കേണ്ടത്. ആ മുഖ്യമന്ത്രി ചർച്ചയ്ക്ക് വിളിച്ചോ? മുഖ്യമന്ത്രി ചർച്ചയ്ക്ക് വിളിക്കാൻ ഞങ്ങൾ പങ്കെടുക്കും. ഞാൻ ഈ ചാനലിൽ വെച്ച് വളരെ സത്യസന്ധമായിട്ട് റെസ്പോൺസിബിൾ പേഴ്സൺ എന്ന നിലയിൽ പറയുകയാണ്, മുഖ്യമന്ത്രി ചർച്ചയ്ക്ക് വിളിക്കട്ടെ. മുഖ്യമന്ത്രി ഇരുട്ടത്ത് തപ്പരുത്. വരമ്പത്ത് കൂലി പ്രഖ്യാപിച്ചുകൊണ്ട് നിയമസഭയിൽ മാടമ്പിത്തരം പറയലല്ല മുഖ്യമന്ത്രിയുടെ പണി. മുഖ്യമന്ത്രി പറയേണ്ടത് ഈ പ്രശ്നം അവസാനിപ്പിക്കണം. ഞാൻ ചോദിക്കട്ടെ, 143 ദിവസമേ ആയിട്ടുള്ളൂ മിസ്റ്റർ പ്രജീഷ്. ഈ മുഖ്യമന്ത്രി അധികാരത്തിൽ വന്നിട്ട് ഏതാണ്ട് 65 കൊലപാതകങ്ങൾ നടന്നു കേരളത്തിൽ. മിണ്ടിയോ ഇതുവരെ? എന്തുകൊണ്ടാണ് നിയമസഭയിൽ ഈ ചർച്ച പരിഹരിക്കുവാൻ വേണ്ടി ഞാൻ മുൻകൈ എടുക്കാമെന്ന് പറയാത്തത്? പ്രതിപക്ഷ നേതാവ് പോലും പോയി കണ്ടില്ലേ? റിയാസ് ചർച്ചയ്ക്ക് മുഖം തിരിഞ്ഞു നിൽക്കുന്ന നിലപാടാണോ മുഖ്യമന്ത്രി സ്വീകരിക്കുന്നത്? അങ്ങനെയെങ്കിൽ വ്യക്തത വേണം. ഇന്നിപ്പോൾ സഭയിൽ മുഖ്യമന്ത്രി പറഞ്ഞ കാര്യം, ഒന്ന് കൊലപാതകത്തിന്റെ കാര്യത്തിൽ കണ്ണൂർ ജില്ലയുടെ സ്ഥാനം, ആദ്യ സ്ഥാനം തിരുവനന്തപുരം, 6ാം സ്ഥാനത്ത് കണ്ണൂർ നിൽക്കുന്നു. ബോധപൂർവമായ ഇടപെടൽ കണ്ണൂരിനെ ഒരുപക്ഷെ ജനമധ്യത്തിൽ വലിയ രീതിയിലുള്ള സംഘർഷ ഭൂമിയാക്കാനുള്ള ശ്രമങ്ങൾ നടക്കുന്നു. സമാധാനത്തിന് വിലങ്ങുതടി ആകുന്നതാര്? മുഖ്യമന്ത്രി ആത്മാർത്ഥമായിട്ടാണോ ഇന്ന് സഭയിൽ കാര്യങ്ങൾ വിശദീകരിച്ചത്? റിയാസ്, മുഖ്യമന്ത്രി എന്നും ഈ വിഷയത്തിൽ LDF ഗവൺമെൻറ് വന്നതിന് ശേഷം ആത്മാർത്ഥമായ നിലപാടാണ് എടുത്തത്. ഒരു ഭരണാധികാരി എന്നുള്ള നിലയിൽ ഒരു ഇഷ്യൂ നടക്കുന്ന സമയത്ത് അത് പരിഹരിക്കാൻ അതിൻ്റെ യഥാർത്ഥ വസ്തുത എന്ത്, വാട്ട് ഈസ് ദി ആക്ച്വൽ ഫാക്ട്, അത് മനസ്സിലാക്കിക്കൊണ്ടാണല്ലോ പറയേണ്ടത്. ഇപ്പം മനുഷ്യ ജീവിതം, കൊലപാതകങ്ങൾ രാഷ്ട്രീയമോ വ്യക്തിപരമായ കാരണങ്ങളാൽ ഉണ്ടാകാൻ വേണ്ടി പാടില്ല എന്ന് വിശ്വസിക്കുന്ന നിലപാടെടുക്കുന്ന ഒരു പ്രസ്ഥാനത്തിൻ്റെ പ്രതിനിധി കൂടിയാണ് മുഖ്യമന്ത്രി. ഇവിടെ
ഞാനൊരു സമാധാന ചർച്ചയാണല്ലോ സമൂഹം ആഗ്രഹിക്കുന്നത്. എല്ലാം സമാധാനപരമായി പോകണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു ഘട്ടത്തിൽ ഒരു പഴയ കണക്ക് നിരത്തിക്കൊണ്ട്, ഒരുപാട് നമ്മൾ ചർച്ച ചെയ്ത കണക്ക് നിരത്തിക്കൊണ്ട് പോകാൻ ഉദ്ദേശിക്കുന്നില്ല. ശ്രീ ഗോപാലകൃഷ്ണൻ ഇവിടെ പറഞ്ഞത് എനിക്ക് വ്യക്തമായിട്ടില്ല, പക്ഷെ അദ്ദേഹത്തിൻ്റെ ബോഡി ലാംഗ്വേജ് ഒക്കെ കാണുമ്പോൾ സംഗതി എന്തോ ഗൗരവമാണെന്ന് തോന്നിയിട്ടുണ്ട്. ഇങ്ങനെ വളരെ സ്ട്രോങ് ആയിട്ടാണ് പറയുന്നത്. കണ്ണൂർ മാത്രമല്ല കുഴപ്പം, കേരളത്തിലെ അല്ലെങ്കിൽ ഇന്ത്യയിലെ ഇത്തരം വിഷയങ്ങൾ പരിശോധിച്ചാൽ കണ്ണൂരിലിപ്പോൾ നടക്കുന്ന പ്രശ്നത്തിന് കാരണം എന്ത് എന്ന് പരിശോധിക്കുന്ന സമയത്ത് RSSന്റെ ഒരു സ്വഭാവവും RSSന്റെ ഒരു ചരിത്രവും വിശകലനം ചെയ്യാതെ ഈ പ്രശ്നം പരിഹാരം കാണാൻ പറ്റില്ല. ഞാൻ പറയുന്നത് വ്യക്തമാവുന്നുണ്ടോ? കേൾക്കുന്നുണ്ടോ? തീർച്ചയായും കേൾക്കാം. അങ്ങനെ നോക്കുന്ന സമയത്ത് ഹലോ കേൾക്കാം റിയാസ് പറഞ്ഞു. ഞാൻ പറയുന്നത് കേൾക്കാം. അപ്പൊ അങ്ങനെ നോക്കുന്ന സമയത്ത് ഇന്ത്യയിലെ വർഗീയ കലാപങ്ങളുടെ ജുഡീഷ്യൽ കമ്മീഷന്റെ റിപ്പോർട്ടുകൾ പരിശോധിച്ചാൽ ഒരു ഭാഗത്ത് RSS ഉണ്ട്. ഞാനിപ്പോൾ എല്ലാ റിപ്പോർട്ടൊന്നും പറയുന്നില്ല. 1969 അലഹബാദ് വർഗീയ കലാപം, ജഗൻ മോഹിയ റെഡ്ഡി റിപ്പോർട്ട് RSSന്റെ പങ്ക് വ്യക്തമായി പറയുന്നു. മദൻ കമ്മീഷൻ ഭീവണ്ടി കലാപവുമായി ബന്ധപ്പെട്ട് 1970 റിപ്പോർട്ട്, തലശ്ശേരിയിലെ ജോസഫ് ഇദ്ദേഹത്തിൽ കമ്മീഷൻ റിപ്പോർട്ട് 1971, ജിതേന്ദ്ര നരൻ റിപ്പോർട്ട് 1979 ജംഷഡ്പൂർ വർഗീയ ലഹള, P. വേണുഗോപാൽ കമ്മീഷൻ റിപ്പോർട്ട് 1982 കന്യാകുമാരി കലാപം, ബഗൽപൂർ, മുംബൈ ശ്രീകൃഷ്ണ കമ്മീഷൻ റിപ്പോർട്ടൊക്കെ പരിശോധിക്കാം. ഇതിൽ കണ്ണൂർ ജില്ലയിലെ തലശ്ശേരിയിലെ 1971 കലാപത്തിലെ റിപ്പോർട്ടിൽ 2 പാർട്ടികളെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. RSS എന്ന സംഘടനയെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്, CPIM-നെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. RSS അപകടകരമായ ഒരു സ്റ്റാൻഡ് ഈ കലാപത്തിൽ എടുത്തു എന്ന് കമ്മീഷൻ റിപ്പോർട്ട് കണ്ടെത്തി. റിപ്പോർട്ടിന്റെ കോപ്പി വേണമെങ്കിൽ നമുക്ക് ഭാവിയിൽ വായിക്കാം. CPIM സമാധാനപരമായ നിലപാടിന് വേണ്ടി നിലകൊണ്ടു എന്ന കമ്മീഷൻ റിപ്പോർട്ട് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ RSS എന്ത് എന്ന് ഇന്ത്യയിലെ വർഗീയ കലാപങ്ങളിൽ ജുഡീഷ്യൽ കമ്മീഷൻ റിപ്പോർട്ട് പരിശോധിച്ചാൽ കാണാം. അവിടങ്ങളിലൊന്നും CPIM ഉണ്ടായിട്ടില്ല. CPIM ബഗൽപൂരിലോ അഹമ്മദാബാദിലോ ഭീവണ്ടിയിലോ ജംഷഡ്പൂരിലോ ശക്തമായി നിന്നതിൻ്റെ ഭാഗമായിട്ടല്ല അവിടെ കൊലപാതകങ്ങൾ ഉണ്ടായിട്ടുള്ളത്, വംശീയഹത്യകൾ ഉണ്ടായിട്ടുള്ളത്. അവിടെ CPIM ദുർബലമായതായിരിക്കാം ചിലപ്പോൾ അത്തരം കാര്യങ്ങൾ ഉണ്ടാകാൻ കാരണമായിട്ടുള്ളത്. ഗുജറാത്തിൽ വംശീയഹത്യ നടന്ന സമയത്ത് ഒരു പ്രസിദ്ധനായ സിനിമാ നടൻ പറഞ്ഞ് ഞാൻ ഓർക്കുന്നു, ഗുജറാത്തിൽ DYFI ഉണ്ടായിരുന്നെങ്കിൽ ഇത്ര ഉണ്ടാകില്ലായിരുന്നു. അപ്പൊ കേരളത്തിലെടുത്ത് പരിശോധിച്ചാൽ വിചാരധാര എന്ന അടിസ്ഥാന ഗ്രന്ഥത്തെ ആസ്പദമാക്കി പ്രവർത്തിക്കുന്ന ഒരു സംഘടന എന്നുള്ള നിലയിൽ വിചാരധാരയിൽ വളരെ കൃത്യമായി തന്നെ നാം അല്ലെങ്കിൽ നമ്മുടെ ദേശീയത നിർവചിക്കപ്പെടുമ്പോൾ എന്ന് പറയുന്നിടത്ത് പറയുന്നുണ്ട് 3 M's ആർ ദി മെയിൻ എനിമീസ്. 3 M's, മാർക്സിസ്റ്റ്, മുസ്ലിംസ്, മിഷണറീസ് ഓഫ് ക്രിസ്ത്യൻസ്. അപ്പൊ ഇതാണ് പ്രശ്നം. കേരളത്തിൽ മറ്റിടങ്ങളിലെ പോലെ ന്യൂനപക്ഷങ്ങളെ നേരിട്ട് ആക്രമിച്ച് ഹിന്ദുത്വ രാഷ്ട്രത്തിലേക്ക് എത്തിക്കാൻ പറ്റാത്തതിന്റെ പിന്നിൽ CPIM-ന്റെ സാന്നിധ്യമാണ്. കണ്ണൂർ ജില്ലയിൽ അതാണ് താങ്കൾ പറഞ്ഞു വന്നത് വ്യക്തമായി. ഞാൻ മടങ്ങിയെത്താം ശ്രീ സജീവനിലേക്ക്. സജീവൻ ഇവിടെ അവസാനം മുഹമ്മദ് റിയാസ് പറഞ്ഞു നിർത്തിയ ഒരു ഭാഗം, അതായത് 3 ഘടകങ്ങൾ, അതിലൊന്ന് ശത്രുപക്ഷത്ത് കാണുന്ന ഇടതുപക്ഷം. അത് ഒരുപക്ഷെ എനിക്ക് തോന്നുന്നു ഇന്ത്യയിൽ പോലും 2 സംസ്ഥാനങ്ങളിൽ മാത്രം, അല്ലെങ്കിൽ 2-3 സംസ്ഥാനങ്ങളിൽ കൂടുതൽ സ്വാധീനമുള്ള ഒരു പാർട്ടിയെ ഇത്രത്തോളം വലിയൊരു ശത്രുവായി പ്രഖ്യാപിക്കാനുള്ള സാഹചര്യം എന്ത്? മാത്രമല്ല BJP ഒരു ദേശീയ വിഷയമായി കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെയും ഈ വിഷയം കൊണ്ടുവരുന്നു. ഇതിൻ്റെയൊക്കെ പിന്നിൽ ഇവർ പറയുന്നത് പോലെ ആസൂത്രിത നീക്കമുണ്ടോ ശ്രീ സജീവൻ? അല്ല, ഇത് ആസൂത്രിത നീക്കം ഉണ്ടാവാൻ സാധ്യത വളരെ കൂടുതലാണ്. ഇപ്പോൾ പറയുന്ന നമ്മൾ ഇത് വളരെ എളുപ്പത്തിൽ സ്പോണ്ടേനിയസ് ആയിട്ടുണ്ടാകുന്ന കൊലപാതകങ്ങളല്ലല്ലോ. നേരത്തെ തന്നെ ഇപ്പോൾ നമ്മൾ കണ്ട ദൃശ്യത്തിലുള്ള പോലെ ആയുധങ്ങളുമായിട്ട് വരുന്നു, ആയുധങ്ങൾ തയ്യാറാക്കി വെക്കുന്നുള്ള രീതിയുണ്ട്. അപ്പം ഇതിനെ നമ്മൾ ഈ കേരളത്തിൽ മൊത്തം ഉണ്ടാകുന്ന ബാക്കിയുള്ള കലാപങ്ങളെക്കുറിച്ചൊക്കെ റിയാസ് പറഞ്ഞതൊക്കെ മാറ്റി വെച്ച് കഴിഞ്ഞാലും കേരളത്തിലുണ്ടാവുന്ന, കണ്ണൂരിലുണ്ടാവുന്ന കൊലപാതകങ്ങളിൽ പലതും ഇത് പ്രത്യേകമായിട്ട് ഞാൻ BJP അല്ലെങ്കിൽ CPM-എന്ന് പറയുന്നില്ല, ഇതിലൊക്കെ ആസൂത്രിതമായിട്ടുള്ള നീക്കങ്ങൾ വളരെ ശക്തമായിട്ടുണ്ടാവുന്നുണ്ടെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഒരു കാര്യം നമ്മൾ പറയുമ്പോൾ ഇവിടെ വേണ്ടത് ഇതുവരെ കഴിഞ്ഞ കാര്യങ്ങളൊക്കെ മാറ്റിവെച്ചുകൊണ്ട് ഇപ്പോഴത്തെ പ്രധാനപ്പെട്ട കാര്യം ഇനി ഭാവിയിൽ ഇങ്ങനെ ഒരു സംഭവം ഉണ്ടാവാതിരിക്കാൻ. ഇപ്പം നേരത്തെ ഗോപാലകൃഷ്ണൻ നേരത്തെ റിയാസ് പറഞ്ഞാൽ ഞാനും അദ്ദേഹം പറഞ്ഞു കേട്ട, പക്ഷേ അദ്ദേഹത്തിൻ്റെ ബോഡി ലാംഗ്വേജിൽ വളരെ രൂക്ഷമായ പ്രതികരണങ്ങളാണ് ഉണ്ടായെന്ന് പറഞ്ഞു എന്നാണ് വിചാരിക്കുന്നത്. അപ്പം BJP-യുടെ ഭാഗത്തൊരു തെറ്റുമില്ല, RSS-ൻ്റെ ഭാഗത്ത് ഒരു തെറ്റുമില്ല. RSS സമാധാനത്തിന് വേണ്ടി മാത്രം നിലനിൽക്കുന്നതാണ്, CPM-ആണ് അക്രമത്തിന് കാരണക്കാരാണ് എന്നാണ് പൊതുവെ BJP-ക്കാരും RSS-കാരും പറയുന്നത്. അത് തന്നെയായിരിക്കും അദ്ദേഹം ആവർത്തിച്ചിട്ടുണ്ടാവുക. അങ്ങനെയാണെങ്കിൽ പോലും ഇത് അതല്ലല്ലോ വേണ്ട. ഇവിടെ മോഹൻ ഭഗവത് മാസങ്ങൾക്ക് മുമ്പ് വന്നു.
അപ്പോൾ അദ്ദേഹം ആവശ്യപ്പെട്ടിരുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം ഈ ഈ ഈ ഇവിടെ സമാധാനം വേണമെന്നുള്ള, സമാധാനം വേണമെന്നും പറഞ്ഞ് മോഹൻ ഭാഗവത് പോയതിന് ശേഷമാണല്ലോ പയ്യന്നൂരിൽ ആദ്യം ഒരു കൊലപാതകത്തിന് ആ BJP തുടക്കം കുറിച്ച്. ഇവിടെ തന്നെ ഇപ്പോൾ തലശ്ശേരിയിലുണ്ടായ കൊലപാതകത്തിന് കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് അവിടെ വേറെ കൊലപാതകം നടത്തിയതും BJP ആണ്. അപ്പം ഞങ്ങൾ സമാധാനത്തിൻ്റെ ആളുകളാണ് എന്ന് അവർ പറയുന്നതിൽ അർത്ഥമില്ല. ഇവിടെ രണ്ട് വിഭാഗത്തെ ഞാൻ CPM സമാധാനത്തിൻ്റെ ആളുകൾ മാത്രമാണ്, BJP ആണ് അക്രമകാരികൾ എന്ന് പറയുന്നില്ല. ഇവിടെ പിന്നെ അത്യാവശ്യമായിട്ട് ഇപ്പം ഇന്ന് മുഖ്യമന്ത്രി സഭയിൽ പറഞ്ഞതുപോലെ ഇത് അടുത്ത സമയത്ത് ഭാവിയിൽ നമ്മളോടൊപ്പം വരേണ്ട ആളുകളാണ് എന്ന ചിന്ത ഉണ്ടാവണം. ആ ചിന്തയോടുകൂടി പ്രവർത്തിച്ചോട്ടെ. BJP ആണെങ്കിലും പ്രവർത്തിക്കാം. നാളെ CPM-മാരൊക്കെ BJP-യിലേക്ക് വരുന്നു വിചാരിക്കാം, CPM-മാർക്ക് BJP-ക്കാർ തങ്ങളിലേക്ക് വരുന്നു വിചാരിക്കാം. അങ്ങനെ വിചാരിച്ചുകൊണ്ട് സംവാദത്തിലേക്ക്, വാക്കുകളിലേക്ക് പോകുന്നതിന് പകരം എന്തുകൊണ്ടൊരു സംവാദത്തിലേക്ക് ഒരു പക്ഷേ BJP-യുടെ അല്ലെങ്കിൽ RSS സംവിധാനം വരാൻ തയ്യാറാകുന്നില്ല എന്നാണ് മുഖ്യമന്ത്രി പറഞ്ഞത്. മുഖ്യമന്ത്രി പറഞ്ഞത് ഒരു പക്ഷേ നമുക്ക് ഇന്ന് ആ വാക്കുകളെ എടുക്കാൻ ഇന്നത്തെ സാഹചര്യത്തിൽ പറ്റുന്ന ഒരു സാഹചര്യം. എന്തുകൊണ്ടൊരു ഓപ്പൺ ചർച്ചയ്ക്ക് RSS സംവിധാനം തയ്യാറാകുന്നില്ല, അല്ലെങ്കിൽ BJP തയ്യാറാകുന്നില്ല? വസ്തുതകൾ താങ്കൾ പരിശോധിച്ചിട്ടുണ്ടോ? ശ്രീ പ്രജീഷ്, അത് ഞാൻ അതിൽ അങ്ങനൊരു ചർച്ചയ്ക്കുള്ള സമാധാനമാണ് തീർച്ചയായിട്ടും ശ്രീ സജീവൻ പറഞ്ഞതുപോലെ ഇതിപ്പോൾ ഒരു സ്പോണ്ടേനിയസ് ആയിട്ടുള്ള അറ്റാക്കുകളല്ല. ഇതെല്ലാം വെൽ ഓർഗനൈസ്ഡ്, വളരെ ആസൂത്രിതമായിട്ട് മുൻകൂർ പദ്ധതി തയ്യാറാക്കിക്കൊണ്ട് തന്നെയാണ് പരസ്പരം എണ്ണി തല വെട്ടിപ്പോയിക്കൊണ്ടിരിക്കുന്നത്. കണ്ണൂർ സത്യം പറയും, ഇപ്പം മുഖ്യമന്ത്രിയുടെ മറുപടിയിൽ കണ്ണൂർ ഒരുപാട് കൊലപാതകങ്ങൾ നടക്കുന്നില്ല, അതിനേക്കാൾ കണ്ണൂർ 6ാം സ്ഥാനത്താണ്, തിരുവനന്തപുരം അതിനേക്കാളും മോശം അവസ്ഥയിലാണെന്ന് പറയുന്നത് ന്യായമില്ല. അതൊക്കെ ചില വ്യക്തിപരമായ കാര്യങ്ങളുടെ പേരിൽ, അല്ലെങ്കിൽ കുടുംബവഴക്കിൻ്റെ പേരിലോ, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും വിഹിതങ്ങളുടെ പേരിലോ, അല്ലെങ്കിൽ മോഷണ ശ്രമത്തിൻ്റെ പേരിലോ ഒക്കെയുള്ള ഇവിടെ ചില മരണങ്ങളും കൊലപാതകങ്ങളും നടക്കുന്നുണ്ടാകും. അതിലുപരിയായിട്ട് ഈ പറഞ്ഞതുപോലെ സംഘടിതമായ ഈ തലയിറക്കൽ കണ്ണൂരല്ലാണ്ട് എവിടെ നടക്കുന്നു? അപ്പോൾ അതിൻ്റെ പിന്നിലുള്ള ശക്തികൾ അവർ മത്സരിച്ചാണ് സ്കോറുകൾ ലെവൽ ചെയ്യാൻ വേണ്ടിയാണ്. ഇപ്പോൾ ഒരു ബാസ്കറ്റ് ബോൾ മാച്ചിൽ ഒന്ന് ബാസ്കറ്റ് ചെയ്താൽ 2 പോയിന്റ് എന്നുള്ള ഒരു ഫ്രീ ത്രോ ആണ് 1 പോയിന്റ് എന്ന് പറയുന്നതിൽ ഓരോ തല 29, നിനക്ക് 29 ആയോ എന്നാൽ എനിക്ക് 30 ആക്കണം എന്നുള്ള ആ ഒരു പ്രത്യേക അജണ്ടയോടുകൂടി 2 പക്ഷവും നിൽക്കുമ്പോൾ ഇനിഷ്യേറ്റീവ് എടുക്കേണ്ടത് ഈ പറഞ്ഞ ശ്രീ പ്രതീഷ് ചോദിച്ചതുപോലെയുള്ള സമാധാന ചർച്ചകൾക്ക് ആരും പുറന്നിരുന്ന് നിൽക്കാൻ പാടില്ല. പക്ഷേ ആ സമാധാന ചർച്ചകൾക്കുള്ള മുൻകൈ വരേണ്ടത് അധികാര സ്ഥാനത്തിരിക്കുന്നവരുടെ തന്നെയാണ്. അപ്പോൾ തീർച്ചയായിട്ടും ഇപ്പോഴത്തെ സാഹചര്യത്തിൽ മുഖ്യമന്ത്രിയുടെ ഭാഗത്തു നിന്നാണ് ആ കാര്യത്തിൽ ഇനിഷ്യേറ്റീവ് ഉണ്ടാകേണ്ടത്. മുൻകൈ എടുത്ത് വിളിച്ചു, അവിടെ കാര്യാലയത്തിലേക്ക് ചെന്ന് ചർച്ച ചെയ്യേണ്ട ഒരു സാഹചര്യം, അങ്ങനെ ഒരു സാഹചര്യത്തിലേക്ക് ഞാനൊന്നുകൂടെ ഇന്ന് ക്ലാരിഫൈ ചെയ്തോട്ടെ. UDF-ന്റെ സർവകക്ഷി യോഗം ചേർന്നിട്ട് മുഖ്യമന്ത്രിക്ക് നിവേദനമായിട്ട് പോയി അദ്ദേഹത്തിൻ്റെ അടുത്ത് പോയി ഈ പ്രശ്നങ്ങൾ പറഞ്ഞു. അപ്പോൾ കണ്ണൂരിൽ സമാധാനം പുനഃസ്ഥാപിക്കപ്പെടണമെങ്കിൽ അതിനുള്ള ചർച്ചകൾ നടന്നേ പറ്റുള്ളൂ. അതിനകത്ത് സർവ്വകക്ഷികൾ, ഇപ്പോൾ UDF ഇതിനകത്തൊരു കക്ഷിയല്ല, കോൺഗ്രസ് തീർച്ചയായിട്ടുമല്ല. പക്ഷേ ഇപ്പോൾ 2 ഭാഗത്തു നിന്ന്, ഒരു ഭാഗത്ത് CPM-ഉം LDF എന്ന് പറഞ്ഞാൽ CPM മാത്രം, മറുഭാഗത്ത് RSS അല്ലെങ്കിൽ BJP സംഘപരിവാർ സംഘടനകളും. അങ്ങനെ വരുമ്പോൾ ഇപ്പോൾ മുഖ്യമന്ത്രി CPM-ന്റെ മുഖ്യമന്ത്രിയായിട്ട് നിൽക്കാതെ അദ്ദേഹം, അല്ലെങ്കിൽ ഒരു കണ്ണൂർക്കാരൻ പഴയ സംസ്ഥാന സെക്രട്ടറി ആയിട്ട് മാറി ചിന്തിക്കാതെ കേരളത്തിൻ്റെ ഭരണാധികാരി എന്നുള്ള രീതിയിൽ കേരളത്തിലെ ജനങ്ങൾക്ക് സമാധാന ജീവിതം, സുരക്ഷയും ഉറപ്പുവരുത്താനുള്ള മുൻകൈ എടുക്കേണ്ടത് മുഖ്യമന്ത്രിയുടെ ഭാഗത്തു തന്നെയാണ്. അദ്ദേഹം ചർച്ചയ്ക്ക് വിളിക്കട്ടെ. ആ ചർച്ചയ്ക്ക് ഇവർ പുറംതിരിഞ്ഞു നിന്നാൽ അന്ന് സമൂഹം മുഴുവനും RSS-കാരെ കുറ്റം പറയട്ടെ. അതിനുശേഷം പിന്നീട് ബാക്കിയുള്ള കാര്യം നമുക്ക് ചർച്ച ചെയ്യാം. ഇപ്പോൾ UDF-ന് ഇപ്പോൾ പ്രതിപക്ഷത്തിന് ഇക്കാര്യത്തിൽ പ്രത്യേകിച്ച് ഒന്നും ചെയ്യാനില്ല, പ്രതിപക്ഷം ഇതിൽ കക്ഷിയേയില്ല എന്ന് തന്നെയല്ല. എനിക്ക് വലിയ സങ്കടം തോന്നിയൊരു കാര്യമുണ്ട്, BJP-ക്ക് ഒരു അംഗമുണ്ട് ഇപ്പോൾ കേരള നിയമസഭയിൽ, അദ്ദേഹം ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ തീർത്തും മൗനം പാലിക്കുന്ന അതെന്താ അതുപോട്ടെ, ഞാൻ ഒരു വ്യക്തിയെ കുറ്റപ്പെടുത്തി പറയാലോ, ഒരു വ്യക്തി എന്ന് പറയുമ്പോൾ അത് അദ്ദേഹത്തിലേക്ക് പോകും. അതുകൊണ്ട് ഓക്കെ, അതിനെക്കുറിച്ച് ഞാൻ വലിയ ഹാർഷായിട്ട് എനിക്ക് പറയാൻ കഴിയില്ല, യാഥാർത്ഥ്യം അതാണെങ്കിൽ പോലും. പക്ഷേ ഞാൻ പറഞ്ഞു വന്നത് ശ്രീ പ്രജീഷ്, ഇനിഷ്യേറ്റീവ് വരേണ്ടത്, ഈ സമാധാന ചർച്ചയ്ക്ക് മുൻകൈ എടുക്കേണ്ടത്, ബന്ധപ്പെട്ട കക്ഷികളെ ഒരു മേശയ്ക്ക് ചുറ്റും, ഒരു വട്ടമേശയ്ക്ക് ചുറ്റും കൊണ്ടിരുത്തേണ്ടത്, അവിടെ ചർച്ചകൾ നടക്കേണ്ടതും പ്രശ്നത്തിന് പരിഹാരം ഉരുത്തിരിയേണ്ടതും അതിനുള്ള മുൻകൈ എടുക്കേണ്ട സർക്കാരാണ്. അതിന് ശ്രീ പിണറായി വിജയൻ അതിനുള്ള ആർജവം കാണിക്കും, അതിനുള്ള ആത്മാർത്ഥത കാണിക്കും എന്നാണ് കേരളം പ്രതീക്ഷിക്കുന്നത്. അത് ഒരു ദിവസം നേരത്തെ ഉണ്ടായാൽ അത്രയും നടത്തി എന്നുള്ളത് വ്യക്തമായതുകൊണ്ടാണ് അദ്ദേഹം സഭയിൽ പറഞ്ഞത്. തീർച്ചയായും ശ്രീ ഗോപാലകൃഷ്ണൻ, ഇവിടെ ചർച്ചകളിലേക്ക് നമ്മൾ നീങ്ങുമ്പോഴൊക്കെയും ഇവിടെ കാണേണ്ട ഒരു വസ്തുത, ഒരേ സമയം ഇരയ്ക്ക് വേണ്ടി വിലപിക്കുന്നു, അതേസമയം തന്നെ വേട്ടയ്ക്ക് വേണ്ടി ഇറങ്ങുന്ന ചെന്നായുടെ രൂപം ധരിക്കുന്നു. കാരണം ഞാനത് പറഞ്ഞു വന്നത്, അന്ന് ദില്ലിയിൽ AKG ഭവന് മുന്നിലേക്ക് നടത്തുന്ന മാർച്ച് നടത്തുന്നു, അതേസമയം തന്നെ മോഹനെ വെട്ടിക്കൊലപ്പെടുത്തുന്ന ഒരു സാഹചര്യം. അതിന് മറുവശം താങ്കൾക്കും പറയാനുണ്ടാകുമായിരിക്കും. ഇങ്ങനെ ഇത്തരം സാഹചര്യങ്ങളൊക്കെയും ഈ ചർച്ചകൾക്ക് വിലങ്ങുതടിയായി മാറുന്നുണ്ടോ? ഇത്തരം വൈരുദ്ധ്യങ്ങൾ, ആന്തരിക വൈരുദ്ധ്യങ്ങളൊക്കെ നിങ്ങൾ കൂടി ഉൾക്കൊള്ളുന്നില്ലേ? മാലാഖ അല്ലെങ്കിൽ സമാധാനത്തിൻ്റെ മാലാഖ ആണ് ഞങ്ങൾ എന്ന് മാത്രം നിങ്ങൾക്ക് പറയാൻ കഴിയുമോ ശ്രീ ഗോപാലകൃഷ്ണൻ, ആത്മാർത്ഥമായി പരിശോധിച്ചാൽ?
പ്രജേഷ്, നമുക്ക് ആത്മാർത്ഥമായിട്ട് സംസാരിക്കാം. നേരത്തെ എൻ്റെ മാധ്യമ സുഹൃത്ത് സജീവൻ പറഞ്ഞു മോഹൻ ഭഗവത്ജി വന്നു പോയതിന് ശേഷമല്ലേ കൊലപാതകം നടന്നത്. ഞാൻ അദ്ദേഹത്തോട് വെറുതെ ചോദിക്കുകയാണ്, വി ആർ കൃഷ്ണയ്യർ, കേരളത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട വി ആർ കൃഷ്ണയ്യർ, മഹാനായ മനുഷ്യൻ, അദ്ദേഹം എഴുതി തയ്യാറാക്കി മഷി ഉണങ്ങുന്നതിന് മുമ്പല്ലേ ഭാര്യയുടെ മുമ്പിലിട്ട് പന്ന്യന്നൂർ ചന്ദ്രനെ വെട്ടിക്കൊന്നത്? ഹലോ, കേൾക്കുന്നില്ലേ? കേൾക്കുന്നുണ്ട്. ഹലോ. പറഞ്ഞോളൂ. ഹലോ, കേൾക്കുന്നുണ്ടോ? കേൾക്കാം. അപ്പോൾ ഇത് സമാധാനത്തിൻ്റെ ചർച്ച നടക്കുമ്പോൾ തന്നെ മഹാനായ മനുഷ്യൻ ഒപ്പിട്ട് മഷി ഉണങ്ങുന്നതിന് മുമ്പ് വെട്ടിക്കുന്നു. ഇനി ഇതിനകത്ത് പ്രതിപക്ഷം ഒരു പാർട്ടിയല്ല എന്ന് അജിത്ത് പറഞ്ഞു. ഇന്നിപ്പം CPIയുടെ പ്രസ്താവന വന്നു. CPIക്കെതിരെ പ്രധാനപ്പെട്ട ജയരാജൻ ഇന്ന് പത്രസമ്മേളനം നടത്തിയിരിക്കുന്നു. CPIയിലെ കാനം രാജേന്ദ്രനെതിരെ. കാനം രാജേന്ദ്രൻ സമാധാനം സംസാരിക്കേണ്ട ആവശ്യമില്ല എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഇന്ന് ജയരാജനാണോ അതോ ഞാൻ ചോദിക്കുന്നത് പിണറായിയുടെ വാക്കുകളാണോ കണ്ണൂരിൻ്റെ അവസ്ഥയിൽ നാം സ്വീകരിക്കേണ്ടത്? രണ്ടാമത്തെ കാര്യം, കേരളത്തിൽ വർദ്ധിച്ചു വരുന്ന കൊലപാതക രാഷ്ട്രീയത്തെ ഉത്കണ്ഠയോടെ കാണുന്നവരാണ് BJP. ഞാൻ വളരെ കൃത്യമായി പറയാം, കണക്കുകൾ വെച്ച് പരിശോധിച്ചാൽ നേരത്തെ പറഞ്ഞ ഒരു കാര്യം ഞാൻ പറയുന്നു. മാർക്സിസ്റ്റ് പാർട്ടി കൂടെ വേറെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഇവിടെ ഉണ്ട്, CPI ഉണ്ട്, CMP ഉണ്ട്, അവരായിട്ടൊന്നും ഒരു സംഘർഷവും ഇല്ല. കണ്ണൂരിലായാലും കേരളത്തിന്റെ പല സ്ഥലങ്ങളിലായാലും ജനതാദളിനെ കൈയൊടിയുന്നു. അതാണ് അവർ ഉന്നയിക്കുന്ന ആശങ്ക. എന്തുകൊണ്ട് ഈ ചെറുപാർട്ടി ശ്രീ ഗോപാലകൃഷ്ണൻ, താങ്കൾ പറയുന്ന രീതിയിലാണെങ്കിൽ ഇത്രയും സംസ്ഥാനങ്ങളിൽ നിൽക്കുന്ന അല്ലെങ്കിൽ പടർന്നു പന്തലിച്ചിരിക്കുന്ന BJP എന്ന അല്ലെങ്കിൽ RS സംവിധാനത്തിന് മുന്നിൽ ഈ പറയുന്ന സംവിധാനം, ഇടതുപക്ഷ സംവിധാനം, ഒരു വലിയ വെല്ലുവിളിയായി എന്തുകൊണ്ടേ മാറുന്നുണ്ട്? ഒരു കയ്യൂക്കിൻ്റെ അടക്കമുള്ള ഒരു രീതിയിലേക്ക് നിങ്ങൾ പോകുന്നത് എന്ത്? അതാണ് അവർ ചോദിക്കുന്നത്. കാരണം ഒഡീഷയിൽ കഴിഞ്ഞ ദിവസം കർണാടകയിൽ നടന്ന പാർട്ടി ഓഫീസുകൾക്ക് നേരെ നടത്തിയ ആക്രമണങ്ങൾ, ഇതൊക്കെ എന്തുകൊണ്ട് ഇടതുപക്ഷം നിങ്ങൾക്ക് മുന്നിൽ വലിയൊരു വെല്ലുവിളിയാകുന്നു? ശ്രീ ഗോപാലകൃഷ്ണൻ, ആത്മാർത്ഥമായി പറയാം. ആത്മാർത്ഥമായിട്ട് സംസാരിക്കാം പ്രജീഷേ. ഞങ്ങൾ ഈ ഇന്ത്യ മഹാരാജ്യത്ത് ഞങ്ങളുടെ ശക്തി കേന്ദ്രങ്ങളിൽ എവിടെങ്കിലും ഒരു കോൺഗ്രസ്സുകാരൻ ആക്രമിക്കപ്പെടുന്നുണ്ടോ? ഒരു CPM-കാരൻ ആക്രമിക്കപ്പെടുന്നുണ്ടോ? ഒരു CPI-കാരൻ ആക്രമിക്കപ്പെടുന്നുണ്ടോ? ഒരു ജനതാദളുകാരൻ ആക്രമിക്കപ്പെടുന്നുണ്ടോ? ഡൽഹിയിൽ ആരെങ്കിലും CPM-നെതിരായിട്ടുള്ള ആക്രമണം സംഘടിപ്പിക്കുന്നുണ്ടോ? ഇന്ത്യയിൽ BJP RSS എന്ന് പറയുന്ന പ്രസ്ഥാനങ്ങളുടെ പ്രഭവ കേന്ദ്രങ്ങളിൽ ഒന്നും സംഘർഷമില്ല. സംഘർഷമുള്ളത് എവിടെയാ? CPM-ന്റെ കേന്ദ്രങ്ങളിലാണ്. ഇന്നലെ വരെ ബംഗാളിൽ ഉണ്ടായിരുന്നു, ഇന്ന് ബംഗാളിലെ ശക്തി ചോർന്നു പോയി, അവിടെ ഇല്ല. ഇപ്പൊ കണ്ണൂരിലും കേരളത്തിലും. നേരത്തെ റിയാസ് പറഞ്ഞു, റിയാസ് എണ്ണിക്കുറെ കാര്യങ്ങൾ പറഞ്ഞു. എന്താ റിയാസ് പറഞ്ഞത്? ഒഡീഷയിലെ കാര്യം പറഞ്ഞു, ഗുജറാത്തിലെ കാര്യം പറഞ്ഞു. റിയാസിനോട് ഞാൻ തിരിച്ചൊരു പുസ്തകം വായിക്കാൻ പറയാ. ഏതാ പുസ്തകം എന്നറിയോ? ഇതാ പുസ്തകം, കേരളത്തിന്റെ മാറുന്ന മുഖം, ഡോക്ടർ EJ തോമസ് എഴുതിയ പുസ്തകം. ഇതിനകത്ത് 13 വർഗീയ കലാപങ്ങളെ കുറിച്ച് ഈ പുസ്തകത്തിലുണ്ട്. റിയാസെ, ഈ പുസ്തകം വായിക്ക്. ഞാൻ വിധേയത്തിൽ കമ്മീഷനുമായി ബന്ധപ്പെട്ട ചാലിൽ കലാപം അടക്കം 13 വർഗീയ കലാപങ്ങൾ ഉണ്ടാക്കിയത് CPM ആണ് എന്ന് പറഞ്ഞുകൊണ്ടുള്ള പുസ്തകമാണ്. ഗോപാലകൃഷ്ണൻ പറയുന്നത് റിയാസ് ആത്മപരിശോധന നടത്തുകയാണ്, അല്ലെങ്കിൽ ആത്മാർത്ഥമായ പരിശോധനയിലേക്ക് വരികയാണെങ്കിൽ ശ്രീ ഗോപാലകൃഷ്ണൻ പറയുന്നത് താങ്കൾ കേട്ടുവോ? ഇല്ല, കേൾക്കുന്നില്ല. ഇത് ഈ ചർച്ച തുടങ്ങിയപ്പോൾ ഞാൻ പറയുന്നുണ്ട്, ശ്രീ ഗോപാലകൃഷ്ണൻ പറയുന്നത് കേൾക്കുന്നില്ല. ഇങ്ങനെ ചർച്ചയിൽ പങ്കെടുത്ത സമയത്ത് ശ്രീ ഗോപാലകൃഷ്ണനെ പോലുള്ള ആളുകൾ പറയുന്നത് കേൾക്കാനുള്ള ഒരു സംഗതി ഇവിടെ ഉണ്ടാകും. അതായത് ശ്രീ റിയാസ്, ഈ കണക്കുകൾ പരിശോധിച്ചാൽ, ഇന്ത്യയിലെയൊക്കെ തന്നെ കണക്കുകൾ പരിശോധിച്ചാൽ അവിടെ RSS നടത്തിയ ഇടപെടലുകൾ അവിടെ നോക്കുമ്പോൾ വളരെ വക്രീകരിച്ചുകൊണ്ട് നിങ്ങൾ നടത്തുന്ന ശ്രമങ്ങളായിരുന്നു. CPM-ന്റെ പല നിലപാടുകളും വ്യക്തമായി പല കമ്മീഷനുകളും പറഞ്ഞിട്ടുണ്ട്. അദ്ദേഹം അതാണ് പറയുന്നത്. അതായത് രണ്ട് ധ്രുവങ്ങൾ തമ്മിലുള്ള താരതമ്യ ചെയ്യലിൽ ഇന്ത്യയിൽ എന്തുകൊണ്ടേ മറ്റൊരു സ്ഥലത്തും ഒരു ആക്രമണങ്ങളും കോൺഗ്രസിനെതിരെ ഉണ്ടാകുന്നില്ല, മറ്റ് പാർട്ടികൾക്കെതിരെ ഉണ്ടാകുന്നില്ല എന്ന ആത്മപരിശോധന അല്ലെങ്കിൽ പരിശോധിക്കപ്പെടേണ്ട വസ്തുത കൂടി അദ്ദേഹം മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. ശ്രീ റിയാസ്, ഇതാണ് അദ്ദേഹം പറഞ്ഞത്. ഒന്ന്, കേരളത്തിൽ എന്തുകൊണ്ട് മുസഫർ നഗർ മോഡൽ കലാപം ഉണ്ടാകുന്നില്ല? ഗുജറാത്ത് മോഡൽ വംശീയഹത്യ എന്തുകൊണ്ട് ഉണ്ടാകുന്നില്ല? ഹരിയാന മോഡൽ ദളിത് ചുട്ടുകൊല്ലൽ എന്തുകൊണ്ട് ഉണ്ടാകുന്നില്ല? ഇവിടെ CPM ഉണ്ട്. എന്നാൽ ഇദ്ദേഹം ഇവിടെ പറഞ്ഞല്ലോ, ഞങ്ങൾ ശക്തിയുള്ളടുത്ത് കോൺഗ്രസ്സുകാരൻ കൊല്ലപ്പെടുന്നില്ല, CPM-കാരൻ കൊല്ലപ്പെടുന്നില്ല, അവിടെ മുസ്ലിമീങ്ങൾ ചുട്ടുകരിക്കപ്പെടുന്നുണ്ട്, വംശീയഹത്യ നടക്കുന്നുണ്ട്, ദളിതർ ചുട്ടുകരിക്കപ്പെടുന്നുണ്ട്, അവിടെ ഞങ്ങൾ ശക്തരല്ല. ഇപ്പൊ കാര്യങ്ങൾ മനസ്സിലായല്ലോ.
ഇടതുപക്ഷം ശക്തമാണെങ്കിൽ, CPIMന്റെ ശക്തമായ സാന്നിധ്യമുണ്ടെങ്കിൽ അവിടെ ന്യൂനപക്ഷങ്ങൾ ഉൾപ്പെടെ RSSന്റെ ഹിന്ദുത്വ അജണ്ടകൾ, വർഗീയ കലാപങ്ങൾ, സാമുദായിക ധ്രുവീകരണങ്ങൾക്കെതിരെ നിലപാടെടുക്കും. അതുകൊണ്ട് ഞങ്ങൾ ശക്തമല്ലാത്തത് നിങ്ങൾക്ക് നിങ്ങളുടെ പല അജണ്ടകളും നടപ്പിലാക്കാൻ അത്തരം സംസ്ഥാനങ്ങൾ ഗുണകരമായിട്ടുണ്ട്. ഇവിടെ ഞങ്ങൾ ശക്തരാണ്. ഇവിടെ ഞങ്ങൾ ശക്തരാകുമ്പോഴും ഈ വിഷയത്തെ ചിലർ കാണുന്നത് എന്താ? രണ്ടും കണക്കാണ്, രണ്ടു കൂട്ടരും കുഴപ്പക്കാരാണ്. അങ്ങനെ കാണുന്നത് ചരിത്രപരമായും ശാസ്ത്രീയമായും ഒരു വിഷയത്തെ വിലയിരുത്തുന്നതിന് തുല്യമല്ല. എന്താണ് RSS എന്നും RSSന്റെ രീതി എന്താണെന്ന് പരിശോധിക്കണം. നേരത്തെ നടന്ന വർഗീയ കലാപങ്ങളിൽ 10,000-കണക്കിന് പേർ കൊല്ലപ്പെട്ട കലാപങ്ങളിൽ എവിടെയും CPM ഇല്ലായിരുന്നു. അപ്പൊ RSSന് അക്രമം നടത്താൻ CPIMന്റെ ആവശ്യമില്ല. RSSന് അക്രമം നടത്താൻ അപ്പുറത്ത് CPIM ശക്തമാകണമെന്നില്ല. CPIMനെ കേരളത്തിൽ ആക്രമിക്കാൻ കാരണം CPIM എടുക്കുന്ന മതനിരപേക്ഷ നിലപാടാണ്. എന്തുകൊണ്ട് കേരളത്തിൽ കോൺഗ്രസിനെ ആക്രമിക്കുന്നില്ല? കോൺഗ്രസിന് നിലപാടേ ഇല്ല. എന്തുകൊണ്ട് ഗുജറാത്തിൽ കോൺഗ്രസിനെ ആക്രമിക്കുന്നില്ല? കോൺഗ്രസിന് നിലപാടേ ഇല്ല. നിലപാട് ശക്തമായി എടുക്കുന്നതുകൊണ്ടാണ് അങ്ങനെ. അപ്പോഴാണ് കോൺഗ്രസിലെ ചിലരും ചില മറ്റാളുകളും രണ്ടുപേരും കണക്കാണെന്നുള്ള പ്രചരണം നടത്തുന്നത്. ചരിത്രപരമായും ശാസ്ത്രീയമായും ഒരു വിഷയത്തെ, ഒരു സംഘടനയെ, അതിന്റെ ചരിത്രത്തെ വിലയിരുത്തിക്കൊണ്ട് നടത്തുന്ന അഭിപ്രായം കാണാൻ വേണ്ടി പറ്റില്ല. RSSനെ സംബന്ധിച്ചിടത്തോളം അവർ ഫാസിസ്റ്റ് രീതിയാണ്. ആ രീതിയാണ് അവർ അവലംബിക്കുന്നത്. കേരളത്തിൽ അവർക്ക് തടസ്സമാണ് CPIM കേരളത്തിന്റെ സെക്യുലറിസത്തിന് നേരെ വരുന്ന വെടിയുണ്ട തടുക്കുന്ന ബുള്ളറ്റ് പ്രൂഫാണ്. അതുകൊണ്ടാണ് CPIMനെ ഇങ്ങനെ ആക്രമിക്കുന്നത്. ഇതാണ് വസ്തുത. യെസ് 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 ശ്രീ ഗോപാലകൃഷ്ണൻ മടങ്ങിയെത്താം. താങ്കൾ കേട്ട് കാണുന്ന ഇടവേള അനിവാര്യമായിരിക്കുന്നു. ഇടവേളയ്ക്ക് ശേഷം പെട്ടെന്ന് മടങ്ങിയെത്താം. ശ്രീ ഗോപാലകൃഷ്ണൻ, താങ്കൾ നേരത്തെ സൂചിപ്പിച്ച പശ്ചിമബംഗാളിലെ ആ ഒരു പരാമർശം, അതിലേക്ക് വന്നാൽ പശ്ചിമബംഗാളിലൊക്കെ നിങ്ങൾ നടത്തിയ വളരെ സമർത്ഥമായ ഇടപെടലിൻ്റെ ഭാഗമായി, അതായത് BJP വളരേണ്ടതില്ല, എന്നാൽ ഇടതുപക്ഷത്തെ തളർത്തുക, വളരെ തന്ത്രപരമായ ഒരു നിലപാടുണ്ട്. അത്തരത്തിൽ കേരളത്തിൽ കൂടി ആവിഷ്കരിക്കപ്പെടുന്നു ഈ ആശയം. ഇതാണ് റിയാസ് അടക്കം സൂചിപ്പിക്കുന്ന ഒരു വസ്തുത. അത് ചർച്ചയ്ക്ക് പോലും ഒരുപക്ഷെ മുഖം തിരിഞ്ഞു നിൽക്കുന്നു. സമർത്ഥമായ ആസൂത്രിത ശ്രമങ്ങൾ മറുവശത്ത് നിങ്ങൾ നടത്തുന്നുണ്ടോ എന്ന സംശയമാണ് ശ്രീ മുഹമ്മദ് റിയാസ് പ്രകടിപ്പിക്കുന്നത്. പശ്ചിമബംഗാളിലെ നിങ്ങൾ ആവിഷ്കരിച്ച ആ ഒരു രീതിയിലേക്ക് ഒന്ന് മുഖം തിരിഞ്ഞു നോക്കിയാൽ. പ്രതീക്ഷ, പശ്ചിമ ബംഗാൾ അടക്കം ഇന്ത്യയിലെ എല്ലാ സംസ്ഥാനങ്ങളിലും RSSും BJPയും വളരാൻ തന്നെയാണ് ഞങ്ങൾ തീരുമാനിച്ചിട്ടുള്ളത്. പക്ഷെ റിയാസ് മറുപടി പറയേണ്ടിയിരുന്നത് ഈ പുസ്തകത്തെക്കുറിച്ചായിരുന്നു. ഞാൻ പറഞ്ഞത് വളരേണ്ടതില്ല, BJP വളരേണ്ടതില്ല. ഈ സപ്തസാഗര, താങ്കൾക്കറിയാം, താങ്കൾ സൈദ്ധാന്തികമായി സപ്തസാഗര എന്ന സമർത്ഥമായ ഒരു നയം പോലും ആവിഷ്കരിച്ചു. കാരണം IAS ഉദ്യോഗസ്ഥർ, പോലീസുകാർ, ഇവരെയൊക്കെ ഉൾപ്പെടുത്തി ദുർബലപ്പെടുത്താൻ നടത്തിയ നീക്കങ്ങൾ, ആ നീക്കങ്ങളൊക്കെ ചുവട് പിടിക്കുന്നുണ്ടോ കേരളത്തിൽ എന്ന് ഭയപ്പെടുകയാണ് ശ്രീ റിയാസിനോ അല്ലെങ്കിൽ പൊതുസമൂഹത്തിലുള്ള പലരും. അല്ല, വാസ്തവത്തിൽ കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടി എപ്പോഴൊക്കെ അധികാരത്തിൽ വന്നുവോ അപ്പോഴെല്ലാം പോലീസിനെയും അതുപോലെ തന്നെ ഉദ്യോഗസ്ഥന്മാരെയും ചൊൽപ്പടിക്ക് നിർത്തി അവരുടെ പാർട്ടി ആളുകളെ വളർത്തുവാനും അവരുടെ കുടുംബക്കാരെ കൊണ്ടുവരാനും എതിരാളികളെ ഇല്ലാതാക്കാനുമാണ് അവർ ശ്രമിച്ചിട്ടുള്ളത്. ഞങ്ങൾക്ക് ആ സമീപനമില്ല. ഞങ്ങൾ എല്ലാ സ്ഥലത്തും വളരാനാണ് ആഗ്രഹിക്കുന്നത്. ഞങ്ങൾ കേരളത്തിൽ വളരും. ഞാൻ റിയാസിനെ വെല്ലുവിളിക്കുകയാണ് ഈ ചർച്ചയിൽ, വേറൊന്നുമല്ല. റിയാസെ, ആയുധം താഴെയിട്. CPMനോട് ഞങ്ങൾക്ക് പറയാനുള്ളത്, നിങ്ങൾ ആയുധം താഴെയിട്. എന്നിട്ട് പ്രത്യയശാസ്ത്രപരമായ ആശയം കൊണ്ട് നിങ്ങൾ സംസാരിക്കുക. കേട്ടുവോ? ഇപ്പോൾ താങ്കൾ കേട്ടുവോ? ഇത് റിയാസ് കേട്ട് കാണുമെന്ന് കരുതുന്നു. മറുപടി അതായത് ആയുധം താഴെയിടുക, ആശയപരമായ ചർച്ചയ്ക്ക് മുൻകൈ എടുക്കുക. ഞങ്ങൾ കമ്മ്യൂണിസ്റ്റുകാരുടെ ആയുധം മതനിരപേക്ഷതയുടെ ആശയം പ്രചരിപ്പിക്കുന്ന ആയുധമാണ്, അല്ലാതെ ആളെ കൊല്ലുന്ന ആയുധമല്ല. മതനിരപേക്ഷത ആശയത്തിന്റെ ആയുധം ഞങ്ങൾ താഴെയിടില്ല. ഗുജറാത്തിൽ മുസ്ലിം ജനവിഭാഗത്തെ കൊലപ്പെടുത്താൻ ആയുധം പിടിച്ചവർ, കേരളത്തിന്റെ കാര്യം പറയുന്നത്, നിങ്ങളുടെ പ്രധാനമന്ത്രി ആയുധ പൂജ ദിനത്തിൽ പൂജ നടത്തുന്ന ഫോട്ടോ വന്നാണ് നിങ്ങൾ ഒരു പാവപ്പെട്ട ഒരു കള്ളിഷാപ്പിലെ തൊഴിലാളി മോഹനെ ആയുധം വെച്ച് കൊലപ്പെടുത്തിയത്. വിശേഷ ദിനങ്ങളാണ് നിങ്ങൾ തിരഞ്ഞെടുക്കുന്നത്. അപ്പൊ അക്രമം ഞങ്ങളുടെ സ്വഭാവമല്ല, അക്രമത്തോട് ഞങ്ങൾക്ക് താല്പര്യമില്ല. ഫാസിസ്റ്റ് രീതി പിന്തുടരുന്നവരല്ല ഞങ്ങൾ, കണ്ണിന് കണ്ണെടുക്കുന്നവരല്ല ഞങ്ങൾ, കൈക്ക് കൈയെടുക്കുന്നവരല്ല, പല്ലിന് പല്ലെടുക്കുന്നവരല്ല. ഞങ്ങൾ ആകെ ചെയ്യുന്നത്
രാഷ്ട്രീയ നിലപാടെടുക്കുന്നു എന്നുള്ളതാണ്. മതനിരപേക്ഷതയ്ക്ക് വേണ്ടി വിട്ടുവീഴ്ചയില്ലാത്ത നിലപാടെടുക്കുന്നു, കോൺഗ്രസിനെ പോലെ വെള്ളം ചേർക്കുന്നില്ല എന്നുള്ളതാണ്. അത് നിങ്ങൾ താഴെ വെക്കാൻ പറഞ്ഞാൽ ഞങ്ങൾ താഴെ വെക്കില്ല. അത് താഴെ വെക്കാൻ പറ്റില്ല. നിലപാട് ഞങ്ങൾ തുടരും. കേരളം മറ്റ് സംസ്ഥാനങ്ങൾ പോലെയുള്ള തെറ്റായ ചില പ്രവണതകൾ മത സാമുദായിക ധ്രുവീകരണത്തിന് വിട്ടുകൊടുക്കാൻ ഞങ്ങൾ അനുവദിക്കില്ല. ആ ആശയപ്രചരണമാണ് ഞങ്ങളുടേത്. ആ ആശയപ്രചരണം മുറുകെ പിടിക്കുമ്പോൾ നിങ്ങൾ കായികമായി ആക്രമിക്കുന്നു. ഈ ഗവൺമെന്റ് വന്നതിന് ശേഷം നടന്ന പൊളിറ്റിക്കൽ മർഡേഴ്സ് പരിശോധിക്കൂ. നിങ്ങൾ ആണ് നടത്തിയിട്ടുള്ളത്, നിങ്ങളാണ് തുടക്കം കുറിച്ചിട്ടുള്ളത്, നിങ്ങളാണ് അക്രമം നടത്തിയിട്ടുള്ളത്. നിങ്ങളുടെ താല്പര്യം നിങ്ങളുടെ കേന്ദ്ര നേതാക്കന്മാരുടെ താല്പര്യമാണ്. അത് കേരളത്തിൽ കുഴപ്പമുണ്ടാക്കുക എന്നുള്ളതാണ്. കേന്ദ്രമന്ത്രിമാർ തന്നെ അതിന് ആഹ്വാനം ചെയ്യുന്നു. RSSന് നേതൃത്വം തന്നെ അതിന് ആഹ്വാനം ചെയ്യുന്നു. കമ്മ്യൂണിസ്റ്റ് മന്ത്രിസഭ ഭരിക്കുന്ന കേരളത്തിൽ കുഴപ്പമാണെന്ന് വരുത്തി തീർത്ത് പ്രസിഡന്റ് ഭരണത്തിനോ ആർട്ടിക്കിൾ 386 ഉപയോഗിക്കാനുള്ള നിങ്ങളുടെ തന്ത്രം നിങ്ങളുടെ മനസ്സിലിരിക്കട്ടെ. ആ പൂതി നിങ്ങളുടെ മനസ്സിലിരിക്കട്ടെ. അങ്ങനെ ഒരു തന്ത്രം എന്തിനാവിഷ്കരിക്കണം? കാരണം ഇപ്പോഴും ഈ പറയുന്ന ഗോപാലകൃഷ്ണൻ സൂചിപ്പിച്ച കാര്യവും, കാരണം പല സംസ്ഥാനങ്ങളിലും വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങളൊക്കെ ഉണ്ട്, വടക്കേ ഇന്ത്യയിലടക്കമുണ്ട് RSSന് വേരോട്ടമുള്ള ഭാഗങ്ങൾ. അവിടെയൊന്നും ഇല്ലാത്ത ഒരു സംഘർഷ രീതിയിലേക്ക് ഇക്കാര്യങ്ങൾ കേന്ദ്രീകരിക്കപ്പെടുന്നുണ്ടെങ്കിൽ മതനിരപേക്ഷത എന്ന ഉയർത്തിപ്പിടിക്കുന്ന ഒരു ആശയം അത് കനത്ത വെല്ലുവിളിയായി മുന്നോട്ടുള്ള സഞ്ചാരത്തിൽ മാറുന്നുണ്ടോ? എന്താണ് ഈ തരത്തിൽ ദേശീയ തലത്തിലടക്കം ഈ ശ്രദ്ധ ചെലുത്താൻ തക്ക രീതിയിൽ കേരളത്തിലെ വിഷയങ്ങൾ അത്രത്തോളം വലിയ ഭാവങ്ങൾ, ഊർജ്ജഭാവങ്ങൾ കൈവരുന്നത് എന്തുകൊണ്ട്? ആ രീതിയിലുള്ള ആസൂത്രണ നീക്കം എന്തുകൊണ്ടുണ്ടാകുന്നു? സംസ്ഥാനങ്ങളിലൊന്നും അക്രമം ഉണ്ടായില്ല എന്നുള്ള ഗോപാലകൃഷ്ണന്റെ വാദത്തിന് റിയാസ് തന്നെ ഏതാണ്ട് മറുപടി കൊടുത്തു, ഗുജറാത്തിലെ മറ്റും കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട്. പിന്നീട് ഇപ്പോൾ UP അവർ ഭരിക്കുന്നതല്ല, അവിടെ അഖിലേഷ് യാദവാണ് മുഖ്യമന്ത്രി. പക്ഷേ അവിടെ അക്രമം നടത്തിയതാരാ? ഭരിക്കുന്നത് ആരെന്നുള്ളതല്ലോ, അക്രമം നടത്തുന്ന ആര്? അവർ BJP ഭരിക്കുന്നിടത്തോ അല്ലെങ്കിൽ RSSന്റെ ശക്തി കേന്ദ്രങ്ങളിലോ അക്രമം നടക്കുന്നില്ലെങ്കിലും ബാക്കിയുള്ള സ്ഥലങ്ങളിൽ അക്രമം നടത്തുന്നുണ്ടെങ്കിൽ അവിടെ കൂടി തങ്ങളുടെ ശക്തി കേന്ദ്രമാക്കാനുള്ള ഒരു ശ്രമമാണ്. മറ്റൊന്ന് കേരളത്തിൻ്റെ കാര്യം. കേരളത്തിലുള്ളത് ഇപ്പോൾ നേരത്തെ ഗോപാലകൃഷ്ണൻ, റിയാസ് പറഞ്ഞ എല്ലാവരും അവർ പൂർണ്ണമായിട്ടും സമാധാനവാദികളാണെന്നുള്ള അവരുടെ നിലപാടിനോടൊന്നും യോജിക്കുന്നില്ല. പക്ഷേ ഗോപാലകൃഷ്ണൻ നേരത്തെ പറഞ്ഞൊരു കാര്യം, ഈ ആയുധം താഴെ ഇടുന്നു എന്ന് റിയാസിനോട് പറഞ്ഞു. ഞാൻ ചോദിക്കട്ടെ, ഈ ആയുധം താഴെ ഇടണമെന്ന് പറയുന്നത് നമ്മൾ കള്ളുകുടിയൻ അടിച്ച് ഫിറ്റായിട്ടുള്ള ഒരാൾ മറ്റുള്ളവരോട് കള്ളു കുടിക്കരുതെന്ന് പറയുന്ന പോലെയല്ലേ ഗോപാലകൃഷ്ണത്തിലെ പ്രശ്നം? ഇവിടെ അക്രമത്തിന് കേരളത്തിൽ ഒരു സ്ഥലത്തും അക്രമത്തിന് BJP തയ്യാറായിട്ടില്ല. CPM പൂർണ്ണമായിട്ട് അക്രമം ഉണ്ടാക്കുകയാണ്. അവരാണ് കൊലപാതകം നടത്തുന്നത്, അവരാണ് തലവെട്ടുന്നത്, അവരാണ് കൈവെട്ടുന്നത്, അവരാണ് കാല് വെട്ടുന്നതെങ്കിൽ സ്വാഭാവികമായിട്ടും താങ്കളൊക്കെ ഈ പറഞ്ഞ കാര്യങ്ങളോട് എല്ലാവരും യോജിക്കും. അജിത്ത് യോജിക്കും, ഞാൻ യോജിക്കും, സകല ആളുകൾക്കും യോജിപ്പായിരിക്കും. പക്ഷേ ഇവിടെ ഇതിൻ്റെ കാര്യത്തിൽ പിറകിലല്ലോ. ഇപ്പം ഞാൻ നേരത്തെ മോഹൻ ഭാഗവതിൻ്റെ പറഞ്ഞതിന് താങ്കൾ ശ്രീ കൃഷ്ണയ്യരുടെ കാര്യം പറഞ്ഞു. കൃഷ്ണയ്യരുടെ കാര്യം ശരി, സംഭവിച്ചു. മോഹൻ ഭാഗവത് വന്നിട്ട് ഇവിടെ ചർച്ചയ്ക്ക് തയ്യാറാണ്, ചർച്ചയ്ക്ക് CPM നേതാക്കന്മാർ രംഗത്ത് വരണം എന്ന് പറഞ്ഞതിന് ശേഷം നടന്ന കൊലപാതകങ്ങളിൽ അത് BJPക്ക് പങ്കില്ല എന്നുണ്ടെങ്കിൽ പറയണം. ഈ അടുത്ത കാലത്ത് നടന്നുള്ള കൊലപാതകം, പയ്യന്നൂരിൽ നടന്നതും ഇവിടെ കണ്ണൂരിൽ തന്നെ നടന്നുള്ള കാര്യങ്ങളും ഇതിലൊന്നും ഞങ്ങൾക്ക് പങ്കില്ല എന്നാണെങ്കിൽ സ്വാഭാവികമായിട്ടും CPM മാത്രമാണ് അക്രമകാരികളെന്ന് പറയും. ഇതല്ലാതെ നമ്മൾ ചെയ്യുന്നതിനെ മാറ്റിവെച്ചുകൊണ്ട് മറ്റുള്ളവരോട് ആയുധം താഴെയിട് എന്ന് പറയുന്നത് ശരിയല്ല. അവിടെയാണ് ഇരട്ടത്താപ്പ്, അവിടെയാണ് ശ്രീ അജിത്ത്, ഇവിടെ നേരത്തെ റിയാസ് സൂചിപ്പിച്ചൊരു ഘടകമുണ്ട്. കാരണം എന്തുകൊണ്ട് ഗോപാലകൃഷ്ണൻ സൂചിപ്പിച്ചതുപോലെ മറ്റ് സംസ്ഥാനങ്ങളിലൊന്നും ഇടതുപക്ഷത്തിന് നേരെ ആക്രമണം ഉണ്ടാകുന്നില്ല. പക്ഷേ ഇവിടെ ആ രീതിയിൽ ഉണ്ടാകണമെങ്കിൽ പ്രധാന വെല്ലുവിളിയായി രാജ്യത്ത് ഇടതുപക്ഷത്തെ കാണുന്നു. അവിടെ ദുർബലപ്പെടുന്നത് കോൺഗ്രസിന്റെ കൂടി ദുർബലാവസ്ഥയാണ് ചൂണ്ടിക്കാണിക്കപ്പെടുന്നത്. അത് ഉൾക്കൊള്ളണം. ഒന്നുകിൽ സമരസപ്പെട്ടുള്ള രാഷ്ട്രീയത്തിലേക്ക് ഇവർ പറയുന്നത് പോലെ പോകുന്നുണ്ടോ എന്ന് സംശയിക്കേണ്ടി വരും. ശ്രീ റിയാസ് പറഞ്ഞ ഒരു കാര്യമുണ്ട്, കോൺഗ്രസ് ദുർബലമാണെന്നോ അല്ലെങ്കിൽ കോൺഗ്രസ് ഈ പറഞ്ഞ സെക്യുലറിസത്തോട് മതനിരപേക്ഷതയോട് ഒരു സോഫ്റ്റ് പെഡലിംഗ് നടത്തുന്നു എന്നുള്ള രീതിയിൽ ശ്രീ റിയാസ് പറഞ്ഞതിനോട് ഞാൻ അംഗീകരിക്കുന്നില്ല. ആ കാര്യത്തിൽ ഒരു വിട്ടുവീഴ്ചയുമില്ല കോൺഗ്രസിന് എന്ന് തന്നെയല്ല. ഈ പറഞ്ഞ പോലെ ഇന്ത്യ മഹാരാജ്യത്തിലുള്ള 29 സംസ്ഥാനങ്ങളിലും ആഴത്തിൽ വേരോടിയ ഏക പ്രസ്ഥാനം എന്ന് പറയുന്നത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ആണ്. അത് ഭാരതീയ ജനതാ പാർട്ടിയോ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിസ്റ്റോ അല്ല.
അപ്പോൾ ഇന്ത്യ മുഴുവനും പിന്നെ എന്തുകൊണ്ട് സാർ എന്തുകൊണ്ട് ഇതൊരു ദേശീയ വിഷയമായി എന്തുകൊണ്ട് ഉയർത്തി കാണിക്കണം? അതിന്റെ മെറിറ്റ് എന്തുകൊണ്ട് ഇവർ കാണുന്നു ദേശീയ തലത്തിൽ? ഇത്രയും രാഷ്ട്രീയ കൊലപാതകങ്ങൾ അങ്ങനെയാണെങ്കിൽ വെസ്റ്റ് ബംഗാളിൽ നടന്നിട്ടില്ലല്ലോ. 35 കൊല്ലം അവിടെ CPM തുടർച്ചയായിട്ട് ഭരിച്ചിട്ട കാലത്തെങ്കിലും ശ്രീ ഗോപാലകൃഷ്ണന്റെ പാർട്ടി അവിടെ ഇതുപോലെ ഹീനകൃത്യങ്ങളൊന്നും ചെയ്തിട്ടില്ലല്ലോ. അപ്പോൾ അതുപോലെ വിഷയം അത് കഴിഞ്ഞാൽ പിന്നെ അല്ലെങ്കിൽ ത്രിപുരയിലോ അല്ലെങ്കിൽ മണിപ്പൂരിലോ ചെയ്തൊന്നും നമ്മൾ അവകാശപ്പെടുന്നില്ല. അപ്പോൾ കേരളത്തിൽ മാത്രമല്ല, കേരളത്തിൽ എമ്പാടും ഇല്ല താനും. കേരളത്തിൽ ചില പ്രത്യേക പോക്കറ്റുകളിൽ ഈ പറഞ്ഞതുപോലെയുള്ള നിഗൂഢമായ ഈ പറഞ്ഞ എന്താ പറയുക ഒരു സ്കിൽ അക്വിസിഷൻ നൈപുണ്യ തുടക്കത്തിൽ സുധീഷ് പറഞ്ഞതിൽ എനിക്ക് അതിശയം തോന്നി. നൈപുണ്യ വർധനത്തിന് വേണ്ടി നമുക്കിപ്പോൾ സർക്കാരിൻ്റെ കഴിഞ്ഞ UDF ഗവൺമെൻറ് ഏർപ്പെടുത്തിയ ഒരു സാധനമുണ്ട്, ASAP അക്വയർഡ് സ്കിൽ അല്ല മറ്റേ ഇത് അഡ്വാൻസ് സ്കിൽ അക്വിസിഷൻ പ്രോഗ്രാം പോലെ. അതെ, അപ്പോൾ അതൊരു നൈപുണ്യ വർധന സാധനമാണ്. അപ്പോൾ ഈ നൈപുണ്യമൊക്കെ പകർന്നു കൊടുക്കുന്നത് അണികളിൽ അവർക്ക് ഈ വാളും പരിചയം എടുത്ത് അല്ലെങ്കിൽ ഈ പറഞ്ഞ ദണ്ഡ എടുത്ത് വീശാനും അല്ലെങ്കിൽ ചുരുക എടുത്ത് ചുഴറ്റാനുമാണോ അതാണോ നൈപുണ്യ പരിശീലനം നടക്കേണ്ടത്? അണികളെ സ്വയം സേവകരാണ്, സ്വയം രക്ഷകരുമാണ്. പക്ഷേ ശ്രീ ഗോപാലകൃഷ്ണൻ പറയുന്നത് സ്വയരക്ഷയ്ക്ക് വേണ്ടി ചെയ്യുന്ന ആക്രമണം അതിനെ ന്യായീകരിക്കാൻ വരുന്നത്. ഇപ്പൊ ഈ പറഞ്ഞ ബംഗാളിൽ ഉണ്ടായില്ല, അല്ലെ ത്രിപുരയിൽ ഉണ്ടായില്ല, കേരളത്തിൽ തന്നെ മുഴുവൻ മറ്റെങ്ങും ഉണ്ടാകുന്നില്ലല്ലോ. കണ്ണൂരിന് എന്താണ് ഒരു പ്രത്യേകത? അപ്പോൾ ഏതോ ഒരു സൈക്കോളജിസ്റ്റോ മുമ്പ് എന്തോ ഒരു ഗവേഷണം നടത്തുന്നത് കണ്ണൂരിൻ്റെ സൈക്കിയാണത്, കണ്ണൂരിൻ്റെ മനസ്സാണത്. അവർ ചാവേറായിട്ട് ജീവിച്ചവരാണ്. അങ്ങനെ അതിനേക്കാളും കൂടുതൽ ഈ പറഞ്ഞ പോലെ ഈ വടക്കൻ പാട്ടുകളിൽ കൂടുതൽ ഉള്ളത് കോഴിക്കോടിൻ്റെ അങ്ങേറ്റത്ത് വടകരയാണ്, കണ്ണൂരിനോട് ചേർന്ന് കിടക്കുകയാണ്. ഓക്കെ, തീർച്ചയായിട്ടും. അപ്പോൾ ഈ കണ്ണൂരിൻ്റെ പ്രത്യേകത എന്താണ് നമ്മുടെ കേരളത്തിൻ്റെ സമൂഹത്തിൽ? അപ്പോൾ അവിടെ കണ്ണൂരിൻ്റെ ആ ഒരു പ്രത്യേകത കൂടെ നോക്കണം. അല്ല ഇപ്പോൾ അവരിപ്പം നേമത്തിൽ അറ്റാക്ക് നടത്തുന്നില്ലല്ലോ. അല്ലെങ്കിൽ പിന്നെ മാത്രമല്ല കണ്ണൂരിലെ ഒരു കാര്യം ശ്രീ അജിത്ത് മനസ്സിലാക്കേണ്ടത്, കണ്ണൂരിലെ കൊലപാതകങ്ങളിൽ ഒരു പക്ഷേ അതിൻ്റെ ഈ പറയുന്ന RSSകാരെ പരിശോധിച്ചാൽ പുറത്തുനിന്ന് വന്നവരാണ് കൂടുതലും. അതിന്റെ കണക്കുകളാണ് പുറത്തുനിന്ന് വന്ന് കൊലപാതകം ചെയ്യുന്ന. അല്ലെങ്കിൽ ഒറ്റ കാര്യമേ ഉള്ളൂ, ഇവർ രണ്ട് കൂട്ടരും ഇതിനകത്ത് CPM ഞാൻ രണ്ടുപേരും പരിശോധിക്കേണ്ട വിഷയങ്ങളുണ്ട് എന്ന് തന്നെയല്ല. ഈ പറഞ്ഞതുപോലെ മോഹൻ ഭാഗവത് ആഹ്വാനം ചെയ്തിട്ട് പോയി അതിനുശേഷം ഇത് ചെയ്യുന്നു. ഇവിടെ സംഭവിച്ചത് എന്താണ്? ഇവിടെ CPM അധികാരത്തിൽ വന്നിട്ട് ഈ പറഞ്ഞ 144 ദിവസം 143 ദിവസത്തിനുള്ളിൽ ഒരു മാസം മുമ്പ് തന്നെ സംസ്ഥാന സെക്രട്ടറി ഇതുപോലെ കണ്ണൂർ പോലെ സ്ഥലത്ത് വളരെ ഈ പറഞ്ഞ ഭയങ്കരമായിട്ട് എന്താ പറയുക സെൻസിറ്റീവായ ഏരിയയിൽ അദ്ദേഹം പറയുന്നു ഈ പറഞ്ഞ പാടത്തിൻ്റെയും വരമ്പിൻ്റെയും കൂലിയുടെയും ഒക്കെ കാര്യം പറഞ്ഞില്ലേ, അത് തന്നെ പ്രകോപനപരമായ അത് അണികളെ പ്രകോപിപ്പിക്കാനുള്ളൊരു സാധനം. CPM-ന് ഇതൊന്നും മാറി നിൽക്കാനൊന്നും കഴിയില്ല. പ്രത്യേകിച്ച് ഇനിയിപ്പം മറ്റൊരു കോൺഗ്രസ് ഇപ്പോൾ ദുർബലമായി അല്ലെങ്കിൽ ഇപ്പോൾ പ്രതിപക്ഷത്തായി, പിന്നെ CPM ഇവിടെ പിന്നെ RSS സംഘപരിവാർ ഇവിടെ അധികാരത്തിലുമില്ല, ഒരു MLA ഉണ്ടാക്കിക്കൊണ്ട് അവർ സംതൃപ്തി ഹാപ്പി ആയിട്ടിരിക്കുകയാണ്. അപ്പോൾ ഇതിനൊക്കെ മുൻകൈ എടുക്കേണ്ടത് CPM ആണ്. എത്രത്തോളം ദൂരം പോകാൻ കഴിഞ്ഞു? തീർച്ചയായും മറുപടി യോജിക്കുന്നില്ലല്ലോ. ശ്രീ ഗോപാലകൃഷ്ണൻ നൈപുണ്യവർഗ് എന്ന പേരിലുള്ള പ്രത്യേക രീതി കേൾക്കാമല്ലോ. ഞാൻ പറയുന്നത് താങ്കൾ ശ്രദ്ധിച്ച് കേൾക്കണം. അതായത് ഇതൊക്കെ പല ഘട്ടങ്ങളിൽ ഉപയോഗിക്കപ്പെടുന്നു. ഈ നൈപുണ്യവർഗ് എന്ന അല്ലെങ്കിൽ സംവിധാനമൊക്കെ ഉപയോഗപ്പെടുത്തുന്നതിൻ്റെ മറ്റൊരു വശം BJP-യിലെ അല്ലെങ്കിൽ RSS-ലെ ആന്തരിക പ്രശ്നങ്ങൾ, വൈരുദ്ധ്യങ്ങളൊക്കെ മൂർധന്യാവസ്ഥയിൽ നിൽക്കുമ്പോൾ മറച്ചു വെക്കാൻ നടത്തുന്ന ചില ഇടപെടലിൻ്റെ ഭാഗമായി ആവിഷ്കരിച്ചിരിക്കുന്ന തന്ത്രം. നേരത്തെ സുധീഷ് മിനി അദ്ദേഹത്തെ താങ്കൾ തള്ളിക്കളഞ്ഞുവെങ്കിലും അദ്ദേഹം ഏറെക്കാലം ഇതുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് വന്നിട്ടുള്ള വ്യക്തികളൊക്കെയാണ്. അത് നിങ്ങളുടെ സംഘടന പ്രവർത്തിച്ച ആളുമെന്ന് അദ്ദേഹം അവകാശപ്പെടുന്നുണ്ട്. അതിന് തെളിവുകളുമുണ്ട്. ഇപ്പോഴും ഇത്തരത്തിലുള്ള ആന്തരിക പ്രശ്നങ്ങൾ മറച്ചു വയ്ക്കാൻ വേണ്ടി ഈ രീതിയിലുള്ള ചില പ്രചരണങ്ങൾ നടക്കുന്നുണ്ടോ? ആസൂത്രിത നീക്കങ്ങൾ. പ്രതീക്ഷ, ഞാൻ വീണ്ടും പറയുന്നു, ഈ സുരേഷ് മിന്നിക്ക് വട്ട, അയാൾ ഞങ്ങളുടെ പ്രസ്ഥാനവുമായിട്ട് ബന്ധമില്ലാത്ത ആളാണ്. നിങ്ങൾ വെറുതെ പ്രവർത്തിച്ചു എന്നൊന്നും പറഞ്ഞ് പറയല്ലേ, അതോ മാറ്റിവെക്ക്. പിന്നെ നൈപുണ്യവർക്ക് എന്ന് പറയുന്നത് RSS തുടങ്ങിയ കാലഘട്ടം മുതൽ ഇന്നുവരെ RSS-ൽ ശാരീരിക പ്രവർത്തനങ്ങളുണ്ട്, യോഗയുണ്ട്, RSS-ന്റെ എക്സർസൈസ് ഉണ്ട്, RSS-മായി ബന്ധപ്പെട്ടിട്ട് എക്സർസൈസ് ചെയ്യാറുണ്ട്, യോഗാഭ്യാസം ചെയ്യാറുണ്ട്. അത് ഞങ്ങൾ കാലങ്ങളായി ചെയ്യുന്നതാ. ആ ശാരീരികമായിട്ടുള്ള നൈപുണ്യം ഉണ്ടാവാൻ തന്നെയാണ് ഞങ്ങൾ ചെയ്യുന്നത്. CPM-നെ പോലെയോ മറ്റുള്ളവരെ പോലെയോ കള്ളു കുടിച്ച് നടന്നോട്ടെ, ബീഡി വലിച്ച് നടന്നോട്ടെ എന്ന് ഞങ്ങൾ പറയാറില്ല. ഞങ്ങളുടെ പ്രസ്ഥാനത്തിൽ ശാരീരിക ക്ഷമത സംരക്ഷിക്കുവാൻ ഞങ്ങൾ നോക്കാറുണ്ട്. ഒരു മിനിറ്റ്. പക്ഷേ എനിക്ക് ചോദിക്കാനുള്ള ഒരു ചോദ്യമുണ്ട്. എന്താ അറിയോ, ബഹുമാന്യനായ എന്റെ സുഹൃത്ത് അജിത്ത് ഇപ്പൊ പറഞ്ഞല്ലോ നൈപുണ്യവർക്കിനെ കുറിച്ച്. ഒരൊറ്റ ചോദ്യം, നൈപുണ്യവർക്ക് കോൺഗ്രസിൽ ഇല്ലല്ലോ. പക്ഷെ കോൺഗ്രസിലെ ആളുകളെ, കേരളത്തിലെ കാസർഗോഡ് തൊട്ട് തിരുവനന്തപുരം വരെ കോൺഗ്രസിലെ ആളുകളെ CPM അടിച്ചോടിക്കല്ലേ?
ഞാൻ ചോദിക്കട്ടെ, കൃഷ്ണകുമാരി എന്ന് പറയുന്ന ഒരു പാവം ദളിത് സ്ത്രീയെ കഴിഞ്ഞ ആഴ്ചയിലാണ് അജിത്തെ മറ്റേ ഇവിടെ നമ്മുടെ കണ്ണൂരിൽ തല്ലിയത്. അജ്മൽ എന്ന് പറയുന്ന ഒരു കോൺഗ്രസിന്റെ KSUവിന്റെ പ്രവർത്തകൻ യൂണിവേഴ്സിറ്റി കോളേജിൽ തല്ലി കിട്ടിയിട്ട് ആശുപത്രിയിലാണ്. നിസാർ എന്ന് പറയുന്ന ഈരാറ്റുപേട്ടയിലെ നിസാർ എന്ന് പറയുന്ന ഒരു ചെറുപ്പക്കാരനെ നടു റോട്ടിലിട്ടിട്ടാണ് CPM തല്ലി കൊന്നത് കഴിഞ്ഞ ദിവസം. അജിത്ത് കണ്ടില്ലേ? ഇവരെ ആരും നൈപുണ്യവർഗിന് പോയവരല്ല. അപ്പൊ നൈപുണ്യവർഗൊന്നും അല്ല പ്രശ്നം. ശ്രീ ദീർഘദൂര ഓട്ടക്കാരൻ സത്യന്റെ കൊലപാതകത്തിലേക്ക് അങ്ങനെയെങ്കിലും ഒന്ന് ശ്രദ്ധ തിരിക്കണം. അതായത് കോൺഗ്രസ് പ്രവർത്തകനാണ്, RSS നേതാവിന്റെ വ്യഭിചാരം കണ്ട് ചോദ്യം ചെയ്തതിന് ആ വൈരാഗ്യത്തിൽ കൊല്ലപ്പെട്ടു. കേസ് വ്യക്തമാണ്, നാട്ടുകാർക്കൊക്കെ അറിയാവുന്നതാണ്. അതുകൂടി താങ്കൾ പരാമർശിക്കണം അങ്ങനെയുണ്ടെങ്കിൽ. രാഷ്ട്രീയ കൊലപാതകങ്ങളും വ്യക്തിപരമായിട്ടുള്ള കൊലപാതകങ്ങളും വേറെയാണ്. പക്ഷെ പ്രജീഷ്, തൃശ്ശൂരിൽ വ്യക്തിപരമായിട്ട് 2-3 കൊലപാതകങ്ങൾ കോൺഗ്രസിനുള്ളിൽ കോൺഗ്രസ് ആയിട്ടുണ്ടായി. അത് നമ്മൾ ചർച്ച ചെയ്യേണ്ട ആവശ്യമില്ല. അതൊരു പക്ഷേ കോൺഗ്രസിനുള്ളിൽ കോൺഗ്രസ്സുകാർ കൊലപാതകം ചെയ്ത സംഭവം കേരളത്തിലുണ്ടായി, ഈ തൃശ്ശൂരിലുണ്ടായി. അവിടെ നൈപുണ്യവർഗിന്റെ പ്രശ്നമാണോ എന്നുള്ളത് അജിത്ത് പറയേണ്ടി വരും. കോൺഗ്രസ്സുകാർ അങ്ങോട്ടും ഇങ്ങോട്ടും വെട്ടിക്കൊന്നു 5 പേരെ. ആ കേസുമായി ബന്ധപ്പെട്ട ആളാണ് ഞാൻ. കോടതിയിലാണ്, തൃശ്ശൂർ കോടതിയിൽ. അപ്പൊ നൈപുണ്യവർഗൊന്നും അല്ല അതിന്റെ പ്രശ്നം. കോൺഗ്രസ്സുകാർക്ക് നൈപുണ്യവർഗം കൊടുത്തിട്ടാ. നൈപുണ്യമില്ലാതെ അല്ലെങ്കിൽ പ്രവർത്തിക്കുന്നതിന് കാരണം എന്തായാലും ശ്രീ അജിത്ത് കണ്ടെത്തേണ്ടിയിരിക്കുന്നു. ഇനി സർക്കാരിന്റെ ഇടപെടൽ ആത്മാർത്ഥതയോടെയാണോ, എത്ര ദൂരം പോകാൻ സർക്കാരിന് കഴിഞ്ഞിട്ടുണ്ട്? റിയാസിലേക്ക് മടങ്ങിയെത്താം ഇടവേളയ്ക്ക് ശേഷം. ശ്രീ റിയാസ്, എന്തായാലും തീരുമാനം എടുക്കേണ്ടത് വരേണ്ടത് ഭരണകൂടത്തിന്റെ ഭാഗത്തു നിന്നാണ്. ആ രീതിയിലുള്ള ആത്മാർത്ഥമായ ഒരു വിളി ഈ സമാധാന ചർച്ചയ്ക്ക് നിങ്ങളുടെ സർക്കാർ നടത്തിയിട്ടുണ്ടോ? റിയാസ്, എന്താ ചോദ്യം വ്യക്തമല്ല. മുഹമ്മദ് റിയാസ്, അതായത് ആത്മാർത്ഥതയോടുകൂടിയുള്ള ഒരു സമാധാന ചർച്ചയ്ക്കുള്ള ഒരു ക്ഷണം, അതാണ് ഇവരെല്ലാവരും പറയുന്നത്. അജിത്ത് നേരത്തെ സൂചിപ്പിച്ചതുപോലെ സർക്കാരാണ് മുൻകൈ എടുക്കേണ്ടത്. ആ രീതിയിൽ എത്രത്തോളം ഇടപെടൽ നടത്താൻ, ഒരു സമാധാനത്തിന് വേണ്ടിയുള്ള ആത്യന്തികമായി ഇടപെടൽ നടത്താൻ സർക്കാരിനായിട്ടുണ്ട്? ഇടതുപക്ഷ സർക്കാർ തുടക്കത്തിലേ ചെയ്തിട്ടുണ്ട്. മുഖ്യമന്ത്രി പ്രത്യേകിച്ച് മുൻകൈ എടുത്തിട്ടുണ്ട്. അത് പറയുന്നതിന് മുമ്പ് ഇവിടെ RSS ചാരിറ്റി പ്രവർത്തനം നടത്തുന്ന ഒരു സംഘടനയാണെന്ന് പറഞ്ഞു. എൻ്റെ കയ്യിലുള്ള പെന്ന് പെട്ടെന്ന് നിലത്ത് വീണുപോയി അത് കേട്ടപ്പോൾ. ചാരിറ്റി പ്രവർത്തനവും RSSും തമ്മിലുള്ള ബന്ധം, പണ്ട് ഒറീസയിൽ ചാരിറ്റി പ്രവർത്തനം നടത്തിയ കന്യാസ്ത്രീകളെ, ഗ്രഹാം സ്റ്റെയിൻസിനെ ഉൾപ്പെടെ ചുട്ടുകൊന്നവരവർ. ചാരിറ്റി പ്രവർത്തനം നടത്തിയവരെ ചുട്ടുകൊന്നവർ അന്ന് നടത്തിയ ചെയ്തിയേക്കാൾ എനിക്ക് തോന്നുന്നു ഇത് അപകടകരമായ ഒരു പദമാണ് ഇപ്പോൾ ഉപയോഗിച്ചത്. RSS ഒരു ചാരിറ്റി പ്രവർത്തനമാണ്. ചാരിറ്റി പ്രവർത്തനം നടത്തുന്നവരെ ദയവേത് അപമാനിക്കരുത്. ചാരിറ്റി പ്രവർത്തനം ഒരു വിശുദ്ധ പ്രവർത്തനമാണ്. അത്തരം പ്രവർത്തനമായി RSSന്റെ പ്രവർത്തനത്തെ കോർത്തിണക്കുമ്പോൾ ജനം ഇതൊക്കെ കേൾക്കുന്നുണ്ട്. ശ്രീ ഗോപാലകൃഷ്ണൻ, RSS ഞാൻ നേരത്തെ ഓരോന്നോരോന്ന് അക്കമിട്ട് നിരത്തിക്കൊണ്ട് വർഗീയ ലഹളകളും കമ്മീഷൻ റിപ്പോർട്ടുകളും പറഞ്ഞു. ആ കമ്മീഷൻ റിപ്പോർട്ടുകളിൽ RSSനെ കുറിച്ച് പ്രതിപാദിച്ചത് ചാരിറ്റി പ്രവർത്തനം നടത്തിയിട്ടല്ല, ചാരിറ്റി പ്രവർത്തനത്തെ കുറിച്ച് പറഞ്ഞിട്ടല്ല. നിങ്ങൾ പറയുന്നത് എനിക്ക് കേൾക്കുന്നില്ല കേട്ടോ. നിങ്ങൾ പറയുന്നത് എനിക്ക് കേൾക്കുന്നില്ല. ഇതിന്റെ ഉത്തരം പറയേ. കേൾക്കുന്നില്ല. ഇതിന്റെ ഉത്തരം പറയേ റിയാസേ, എന്നിട്ട് മതി ഗുജറാത്തിലേക്ക് പോവല്. നിങ്ങൾ ഇതിന്റെ ഉത്തരം പറയേ. കേരളത്തിൽ നടക്കുന്ന 13 വർഗീയ കലാപങ്ങൾ കാരണം CPM. അതായത് കേരളത്തിൽ നടന്ന 13 വർഗീയ കലാപങ്ങളുടെ കാരണക്കാരൻ CPM. അതാണ് അദ്ദേഹം പറഞ്ഞത്. കേട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് ധൈര്യമുണ്ടെങ്കിൽ ഈ പുസ്തകത്തിനെതിരെ കേസ് കൊടുക്ക്. ഈ പുസ്തകം BJPക്കാർ കൊണ്ടുവന്നതല്ല. ഡോക്ടർ EK തോമസ് എന്ന് പറയുന്ന ആളാ, BJPക്കാരല്ല. ഇതുപോലൊരു ചർച്ചയിൽ BJPയുടെ പ്രതിനിധി പറയുന്നത് തുടക്കത്തിലേ എനിക്ക് കേൾക്കാത്ത രീതിയിലായിട്ടും അതൊന്ന് തിരുത്തേണ്ടതായിരുന്നു. കാരണം അദ്ദേഹം പറയുന്നത് എനിക്ക് കേൾക്കുന്നില്ല, ജനത കേൾക്കുന്നുണ്ട്. അത് നിങ്ങൾ തിരുത്തേണ്ടതായിരുന്നു. സാങ്കേതിക പ്രശ്നമാണ്. ദയവായി താങ്കൾ അത് ക്ഷമിച്ചുകൊണ്ട് അല്ലെങ്കിൽ ഉൾക്കൊണ്ടുകൊണ്ട് ചർച്ചയിൽ പങ്കെടുക്കണം. ദയവായി, സാങ്കേതിക പ്രശ്നമാണ്. നിങ്ങൾ പറയുന്നത് എനിക്കും കേൾക്കുന്നില്ല. രണ്ടുപേർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും കേൾക്കാത്ത സാഹചര്യം. അതുകൊണ്ടാണ് ഞാൻ ഇടപെട്ട് പറയുന്നത് ശ്രീ റിയാസ്. അതെ, പക്ഷെ അദ്ദേഹത്തിന്റെ ബോഡി ലാംഗ്വേജ് കാണുമ്പോൾ കുറച്ച് തീവ്രത തോന്നുന്നുണ്ട്. അതുകൊണ്ട് ഞാൻ പറയാം, അത് അദ്ദേഹത്തിന്റെ ശൈലിയാണ്. UK കുഞ്ഞിരാമനെ പറ്റി ശ്രീ ഗോപാലകൃഷ്ണൻ കേട്ടിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. UK കുഞ്ഞിരാമൻ മാങ്ങാട്ടിടം CPMലെ ലോക്കൽ കമ്മിറ്റി മെമ്പറാണ്. അദ്ദേഹം അന്ന് കൊലപ്പെടുത്തിയത് RSS ആണ്. അത് തലശ്ശേരി കലാപത്തിൽ മുസ്ലിം പള്ളി സംരക്ഷിച്ച നീ മാപ്പിളയുടെ സന്തതി എന്ന് പറഞ്ഞിട്ടാണ്.
വിധേയത്തിൽ കമ്മീഷൻ റിപ്പോർട്ടൊന്ന് എടുത്ത് വായിക്കണം. ആ UK കുഞ്ഞിരാമൻ്റെ പിന്മുറക്കാരാ ഞങ്ങൾ നാട്ടിൽ വർഗീയ ലഹള ഉണ്ടാകും ഏതേ ഒരു പക്ഷത്ത് നിൽക്കുന്നവരല്ല. വർഗീയ ലഹളക്കെതിരെ മതനിരപേക്ഷതക്കും മതസൗഹാർദ്ദത്തിനും വേണ്ടി നിലകൊള്ളുന്നവരാ. ഇതൊക്കെ കേരളത്തിലെ ജനങ്ങൾക്കറിയാം. എന്നാൽ നിങ്ങളുടെ ചരിത്രം ഞാൻ നേരത്തെ നിരത്തി. നിങ്ങളുടെ നേതാവ് ശ്രീ V മുരളീധരൻ ഒരു ചർച്ചയിൽ ഞാൻ പറഞ്ഞിരുന്നു, അദ്ദേഹത്തിന് ഉത്തരമില്ല. RSS നടത്തുന്ന ചാരിറ്റി പ്രവർത്തനമല്ല, RSS നടത്തുന്ന മർഡർ പ്രവർത്തനമാണ്, കൊലപാതക രാഷ്ട്രീയമാണ്. RSS അപകടകാരികളാണ്. ഞാൻ നേരത്തെ പറഞ്ഞ മുസ്ലിംസ്, മാർക്സിസ്റ്റ്, മിഷണറീസ് ഓഫ് ചാരിറ്റി, ക്രിസ്ത്യൻസ് ഇവരെ ആക്രമിച്ച് ശരിപ്പെടുത്തുന്ന വിചാരധാരയിൽ അടിസ്ഥാനപ്പെടുത്തി പ്രവർത്തിക്കുന്ന RSS ആദ്യം ആ വിചാരധാര നിലത്ത് വെക്കൂ. മുഖ്യമന്ത്രിക്കും ഗവൺമെന്റിനും CPM-നും ഒരേ ഒരു നിലപാടേ ഉള്ളൂ, അത് സമാധാനം വേണം. മനുഷ്യന്റെ ജീവൻ അമൂല്യമാണ്. രാഷ്ട്രീയ പ്രവർത്തനത്തിന്റെ ഭാഗമായി ജീവൻ നഷ്ടപ്പെടരുത്. ചർച്ചകൾ അങ്ങനെ പോകാതെ നമുക്ക് ആത്മാർത്ഥമായ ഒരു ഇടപെടൽ ഇനിയും അതിനുള്ള സാധ്യത ഏത് രീതിയിൽ നിങ്ങൾ തുറക്കും? കാരണം ആയുധം താഴെ വെച്ച് വരാൻ ആക്രോശിക്കുമ്പോഴും മറിച്ച് എന്തായാലും ഒരു ഇടപെടൽ വേണം, അനിവാര്യമായ, എല്ലാവരും ജനങ്ങൾക്ക് ബോധ്യപ്പെടുന്ന രീതിയിലുള്ള ആ ഇടപെടൽ നടത്തിയിട്ടുണ്ടോ? അല്ലെങ്കിൽ ഇനിയും സർക്കാർ അവരെ ക്ഷണിക്കുമോ? എന്താണ് മുന്നിലുള്ള വഴി? ഒന്ന്, കേരളത്തിലെ മുഖ്യമന്ത്രിയും കേരളത്തിലെ ഗവൺമെന്റും CPM എന്ന് പറയുന്ന രാഷ്ട്രീയ പ്രസ്ഥാനവും കേരളത്തിൽ സമാധാനം വെച്ച് പുലരാൻ ഏതറ്റം വരെ പോകാൻ തയ്യാറാണ്. പക്ഷേ ഒരു വിഷയം തീരണമെങ്കിൽ, പരിഹരിക്കണമെങ്കിൽ അതിന് വസ്തുത മനസ്സിലാക്കണം. ഇവിടെ വസ്തുത മനസ്സിലാക്കുമ്പോൾ ഇത് പരിഹരിക്കാൻ പറ്റുന്നത് കണ്ണൂരിനകത്തല്ല, കേരളത്തിനകത്തല്ല, RSSന്റെ ആസ്ഥാനത്താണ്, ഡൽഹിയിലാണ്. ഡൽഹിയിലും RSSന്റെ ആസ്ഥാനത്തും വെച്ച് പരിഹരിക്കപ്പെടണം. അവരാണ് തിരുത്തേണ്ടത്. സമയമില്ല, ഒരു മിനിറ്റിനകത്ത് 30 സെക്കൻഡിൽ പറയണം. കണ്ണൂരിലെ കൊലപാതകം ഒരൊറ്റ കാര്യം പറയാം ഒറ്റ സെന്റൻസ് പറയാം താങ്കൾ. കണ്ണൂരിലെ കൊലപാതകം അവസാനിപ്പിക്കാൻ ഒരൊറ്റ കാര്യം മതി. ഗുണ്ടാ തലവനായ ജയരാജനെ പാർട്ടി സെക്രട്ടറി സ്ഥാനത്ത് നിന്ന് മാറ്റി നിർത്തുക. ജയരാജന്മാര് ഈ CPM-ന്റെ അന്തകന്മാരാ. ജയരാജന്മാരെ മാറ്റി നിർത്ത്. ഗുണ്ടയായിട്ടുള്ള ജയരാജനെ CPM-ന്റെ ജില്ലാ സെക്രട്ടറി സ്ഥാനത്ത് നിന്ന് മാറ്റി നിർത്ത്. അന്തകന്മാർ അവിടുത്തെ പ്രശ്നം, അടിസ്ഥാന പ്രശ്നം അതാണ്. കാരണം താങ്കൾ പറഞ്ഞു, അതിന് മറുപടി പറയട്ടെ. ഗാന്ധിയന്മാരൊന്നുമല്ല, ഞങ്ങൾക്ക് AKG സെന്ററിൽ വന്ന് ഭിക്ഷ യാചിക്കേണ്ട ചുമതലയുമില്ല. ഞങ്ങൾ ഗാന്ധിയന്മാരുമല്ല, ഞങ്ങൾ AKG സെന്ററിൽ വന്ന് ഭിക്ഷ യാചിക്കുന്ന പ്രശ്നവുമില്ല. ഞങ്ങളെ നിലപാട് വ്യക്തമായി AK സെന്ററിലേക്ക് ചർച്ചയ്ക്ക് പറഞ്ഞോളൂ. ഞാൻ താങ്കളോട് ശ്രീ റിയാസ് ഞാൻ ആവർത്തിക്കുകയല്ലേ, താങ്കൾ പറഞ്ഞോളൂ. P ജയരാജന് ഗുണ്ടാ തലവൻ എന്ന് വിളിച്ചു. P ജയരാജന്റെ ശരീരത്തിൽ, കയ്യിൽ വിരലറ്റുപോയിട്ടുണ്ട്, RSS ആക്രമിച്ചു. എന്നാൽ അമിത്ഷാ 2 കയ്യും 5 10 വിരലും 2 കാലും 5 10 വിരൽ കാലിനുള്ള മനുഷ്യനാ. പക്ഷെ അദ്ദേഹത്തെ ഗുജറാത്ത് വംശീയതയുടെ പേരിൽ നാട് കടത്തപ്പെട്ടു. ആ അമിത്ഷായാണെന്ന് BJP നയിക്കുന്നത്. അമിത്ഷാ നയിക്കുന്ന BJP, ഗുണ്ടാ തലവൻ നയിക്കുന്ന BJP, ആ BJP സമാധാനം പറയൂ എന്ന് ജനം ചിന്തിക്കുന്ന നാട്ടുകാർ പറയുന്ന. അപ്പൊ ആദ്യം നിങ്ങൾ കണ്ണാടിയിൽ നോക്കി ശ്രീ ഗോപാലകൃഷ്ണ പറയൂ, അമിത്ഷായുടെ പിൻഗാമികളാ നിങ്ങൾ. ആരാണ് അമിത്ഷാ എന്നൊക്കെ നാട്ടുകാർക്ക് അറിയാം. അവസാനമായി 10 സെക്കൻഡിലും മറുപടി. അതായത് ഈ ഒരു അന്തരീക്ഷത്തിൽ സമാധാന ചർച്ചയ്ക്കുള്ള സാധ്യതകൾ, രണ്ടുപേരുടെയും നിലപാട്. ശ്രീ പ്രജീഷ്, ഞാൻ പറയുന്നത് ഇപ്പോൾ പെട്ടെന്ന് പറഞ്ഞാൽ പഴയ ഒരു വളരെ ഹിറ്റായ ഒരു മലയാള സിനിമയിലെ ഒരു നായകൻ്റെ അച്ഛൻ പറയുന്ന ഒരു കാര്യമുണ്ട്. എടാ മോനെ കത്തി താഴെ ഇടറാ, നിൻ്റെ അച്ഛനാടാ പറയുന്നത് കേരള ജനത അതാണ് ആവശ്യപ്പെടുന്നത്. CPM-ന്റെ അടുത്തുനിന്നും RSS-ന്റെ അടുത്തും സംഘപരിവാറിൻ്റെ അടുത്തും ശ്രീ ഗോപാലകൃഷ്ണൻ്റെ അടുത്തും ശ്രീ റിയാസിൻ്റെ അടുത്തും കേരളത്തിലെ ജനം അവർ പ്രതിദാനം ചെയ്യുന്ന സംഘടനകളോട് കേരളത്തിലെ ജനം ആവശ്യപ്പെടുന്നത് കത്തി താഴെ ഇടാനാണ് പറഞ്ഞത്. കത്തി താഴെ ഇട മകനെ എന്നൊരു അച്ഛൻ പറയുന്ന പോലാണ് കേരളത്തിലെ ജനം CPM-നോട് RSS-നോട് ആവശ്യപ്പെടുന്നത്. സിമ്പിളായിട്ട് പറഞ്ഞാൽ അത്രേ ഉള്ളൂ. വേറെയും പറയുന്നുണ്ട്, നിഷ്പക്ഷത ചമയല്ലേ എന്നൊരു സിനിമ പറയുന്നുണ്ട്. അതും കൂടി മനസ്സിലാക്കിയോ? നിങ്ങൾ കൃത്യ രാഷ്ട്രീയം. എന്തായാലും കണ്ണൂരിൽ സമാധാനം, കണ്ണൂരിലും ഒപ്പം ആയുധം ആരെടുത്താലും താഴെ വെക്കുമെന്ന് നമുക്ക് ആഗ്രഹിക്കാം. അതിനുള്ള ഇടപെടൽ കൂടി ഉണ്ടാകുമെന്നും പ്രതീക്ഷിക്കുന്നു.